ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ, അള്ളാഹുവിന്റെ പള്ളിയുമായി എല്ലാ കാര്യങ്ങളുമായി അള്ളാഹിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യവുമായി ഇടപെടുന്നവർ മൻ ഒരാളാണ്, ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വാസമുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾക്കല്ലാതെ അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെടാൻ കഴിയില്ല. പള്ളി എന്നത് അതൊരു പാഠശാലയല്ല, അതൊരു പർണശാലയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കളിയോ ചിരികളോ സംസാരങ്ങളുമായി നടക്കേണ്ട ഒരു ഇടമല്ല. അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട ഭവനം അവന്റെ പള്ളികളാണ്. അതുപോലൊത്തൊരു ഭവനം ലോകത്ത് വേറെയില്ല. ബാക്കി എത്ര വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ കാരുണ്യം സദാസമയം പെയ്തിറങ്ങുന്ന, അള്ളാഹുവിന്റെ മലായികത്യങ്ങൾ ഏത് നേരത്തും വിഹരിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ ആത്മീയരായിട്ടുള്ള മഹാന്മാർ ഏത് സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന, എല്ലാ നല്ലവരായ മഹാന്മാരായ മുഅ്മിനീങ്ങളും രാപ്പകലില്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ബർക്കത്തിന്റെ ഇടമാണ്, റഹ്മത്തിന്റെ ഇടമാണ്, പരിശുദ്ധിയുടെ ഇടമാണ് പള്ളി. ആ പള്ളികളോട് വലിയ കടമകളും കടപ്പാടുകളും അതിനോട് തീർത്താൽ തീരാത്ത അദബും മര്യാദയും നമുക്കുണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പള്ളി അൽഹംദുലില്ലാഹ് അല്ലാഹു പൂർത്തിയാക്കി തന്നു, സഹായിച്ച ഒരുപാട് പേരുണ്ട്. പേര് ചിലരതൊക്കെ എന്നോട് സൂചിപ്പിച്ചുവെങ്കിലും ചിലരത് പറയപ്പെട്ടിട്ടുമില്ല. പേര് പറയുക എന്നത് കാര്യമല്ല. അള്ളാഹുവിന്റെ പള്ളിയെ ഈ കോലത്തിലാക്കാൻ ആരെല്ലാം ഏതെല്ലാം നിലക്ക് സഹായിച്ചുവോ സഹകരിച്ചുവോ അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സഹായിക്കട്ടെ. അവരെ അള്ളാഹു രണ്ടു ലോകത്തും എല്ലാ നിലക്കും ഖൈറിലാക്കട്ടെ. അള്ളാഹു സഹായിച്ചവർക്ക് എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. ആ പള്ളിയെ രാപ്പകലില്ലാതെ ഹയാത്താക്കാൻ, ദിക്റുകളെ കൊണ്ട്, പ്രാർത്ഥനകളെ കൊണ്ട്, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ മേലായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉമ്മപങ്ങന്മാർക്കും അല്ലാഹു തആല സ്വർഗത്തിന്റെ ഭവനം നൽകി അനുഗ്രഹിക്കട്ടെ. ചെറിയ വിഷയമല്ല. അള്ളാഹുവിന്റെ പള്ളികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പെണ്ണുങ്ങളെ ഭാഗത്തും തോന്നുന്നു കുറച്ച് കുട്ടികൾ കുറച്ച് ശബ്ദം ഉണ്ടാക്കുക. നിങ്ങൾ എല്ലാവരും എണീക്കണ്ട, അത് ഇൻഷാ അല്ലാഹ് അവർ മെന്റഡ് ആക്കും. നിങ്ങൾ ഇരുന്നോളൂ, നിങ്ങൾ ഇരുന്നോളൂ, നിങ്ങൾ എണീക്കണ്ട, നിങ്ങൾ പോണ്ട, നിങ്ങൾ ഇരുന്നോളൂ പ്ലീസ്. നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ ഇരുന്നോളൂ, അല്ലാണ്ട് എണീച്ച് പോയിക്കോളൂ എന്നല്ല. പിന്നെയും ഓരോരുത്തർ പോണു. ആരാണെങ്കിലും പോണ്ട, വോളണ്ടിയർമാർ പോണ്ട, കമ്മിറ്റിക്കാരും പോണ്ട. പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട. അവരാളുണ്ടല്ലോ അവിടെ വേണ്ടതുപോലെ ആയിക്കോളും ഇൻഷാ അല്ലാഹ്. ഞാൻ പറയാം, അത് ഇൻഷാ അല്ലാഹ് അതിനെ കൂടുതൽ കൂറ്റും കോച്ചൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് അങ്ങനെയല്ല കുട്ടികളോട് പറയേണ്ടത്. കുട്ടികൾക്ക് പിന്നെ ലൈറ്റ് കാണുമ്പോൾ ഇതുപോലത്തൊരു ഒരു ആരവം കാണുമ്പോൾ പൊതുവെ അവർക്കൊരു ഈമാന് കൂടും. അല്ലെങ്കിൽ കുഞ്ഞുമക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുതരം വികൃതി പിള്ളമാരാണല്ലോ. കളിയും ചിരികളും ഉള്ളവരാണ്, ഓട്ടവും ചാട്ടവും പാച്ചലും കൂടിയവരാണ്. അല്ലാതെ കുട്ടി എന്ന് പറഞ്ഞാൽ ബിരിച്ചെടുത്ത് കിടക്കാത്തവനാണ്. അതിന് ഉസ്താദിന്റെ കിടാവായെങ്കിലും കണക്കെ, തങ്ങളെ കിടാവായാലും കണക്കെ, ഔലിയാന്റെ കിടാവായാലും കണക്കെ, അസ്വബിയു സ്വബിയ വലൗകാന നബിയ, അത് ബിരിച്ചെടുത്ത് കിടക്കാറ്. അപ്പൊ ഓടും ചാടൊക്കെ ചെയ്യും. പക്ഷെ അതിന് വേണ്ടതുപോലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അതിന് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യേണ്ടത്, ആ കുട്ടികളെ അച്ചടക്കത്തിൽ നല്ല പോലെ ഇരുത്തേണ്ട ബാധ്യത ഈ വയല് പറയുന്ന എനിക്കല്ല, ഈ ഇരിക്കുന്ന വോളണ്ടിയർമാർക്കല്ല, നിങ്ങൾക്കല്ല, ആ കുട്ടികളുടെ രക്ഷിതാക്കൾ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെങ്ങാനും നാട്ടുകാരെ നന്നാക്കാൻ പോയാൽ പിന്നെ നാട്ടിൽ നിന്ന് വായിക്കും മനുഷ്യന്മാർ. നീ കേൾക്കാനാര്, നീ ചെല്ലാനാര്, നീ ചോറ് കൊടുത്തിട്ട് പോറ്റുന്ന, നീ ആണാക്കുന്ന, നീ വലക്കയ എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അവരവർ സ്വയം നിയന്ത്രിക്കുക. ചെറിയ പൈരങ്ങളി കളിക്കുന്നതുകൊണ്ട് ചിരിക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷെ അതുകൊണ്ടുള്ള പ്രയാസം എന്തെന്ന് വെച്ചാല്, വയല് കേൾക്കപ്പെടേണ്ട വലിയവർക്ക്, ആമീൻ ചെല്ലേണ്ട വലിയവർക്ക്, ഇത് നല്ലപോലെ മനസ്സിലാക്കി പഠിക്കേണ്ട വലിയവർക്ക് കിടാക്കളുടെ ഈ ഓട്ടവും ചാട്ടവും പാച്ചളും എല്ലാം ഒരു പ്രയാസമാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രയാസത്തിനിടയാകരുത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളോട് ഉണർത്തുന്നത്. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്തുള്ള പിഞ്ചു പൈതങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. വലിയവരായ വോളണ്ടിയർമാരായിട്ടുള്ള ആൾക്കാർ ഇനി ഇതുവഴി ചെറിയ ആണുകിടാക്കളെയും വിടേണ്ടതില്ല. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. ഇനി അങ്ങനെ ഇങ്ങോട്ട് കുട്ടികളാക്കണ്ട. ഈടെ അൽഹംദുലില്ലാഹ് നിറഞ്ഞ സദസ്സാണ്. ഒരുപാട് നേതാക്കളുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഒരുപാട് ഉമ്മപെങ്ങന്മാരുണ്ട്, അതിലേറെ നല്ലവരായ ബാല്യക്കാരുണ്ട്. അള്ളാഹു തആല ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ ബർക്കത്ത് ചെയ്യട്ടെ. ചില സദസ്സിലല്ല, ചില നാട്ടുകളിലെല്ലാം പോയെങ്കിൽ ചില സദസ്സിൽ ഇഷ്ടം പോലെ കുട്ടികളെ കാണും. പിന്നെ ഒരു 3-4 വയസ്സന്മാരും 1-2 ബാല്യക്കാരുണ്ടാവും. ആ വയസ്സന്മാരും ബാല്യക്കാരും ബേക്കുന്നുണ്ടാവും. കുട്ടികളൊക്കെ എതിർല് കയറ്റിവിടും. എതിർക്ക് പോ, മുമ്പിൽ പോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറ്റും. ആരോട് വെള്ളറണ്ടി കിടാനോടാ?
കിടാവ് ഓൾറെഡി സ്വർഗത്തിലല്ലേ, അത് സ്വർഗത്തിന്റെ പൂക്കളല്ലേ. നാളെ അല്ലാഹുവിന്റെ സ്വർഗലോകത്തേക്ക് ഹിസാബില്ലാതെ കിടക്കുന്ന രണ്ട് കൂട്ടരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാന്മാരാണ് ഞങ്ങളെ കുഞ്ഞു പൈതല്. ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് നാളെ പരലോകത്തെ ഹിസാബ് പോലുമില്ല. ആ നിലക്ക് സ്വർഗം കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചവരാണ് കുഞ്ഞുമക്കൾ. അവരോടെന്ത് വയല് പറയേണ്ടിയേ? വയല് കേൾക്കേണ്ട വയസ്സന്മാർ മുമ്പിലില്ല. ഈടുത്ത കഥ അല്ല. ഈട അൽഹംദുലില്ലാ നിറഞ്ഞ സദസ്സാണ്. ചില നാട്ടിലല്ല അങ്ങനെ. കിടാക്കൾ അങ്ങ് ഉന്തി വിടും, എതിർക്കുക. എന്നിട്ട് സമാപനത്തിന്റെ അങ്ങാനും ഷീർണിക്ക് പോയിട്ട് കിടവ് എതിർന്നെങ്കില ബാക്ക് പോ. നിനക്ക് എന്നെ കാണുന്നില്ലേ? വയസ്സന്മാരെ കാണുന്നില്ലേ? വലിയവരെ കാണുന്നില്ലേ? തിന്നുന്നിടത്തെല്ലാം വലിയോർ. ജമാഅത്തിന് പള്ളിക്കൊന്നും അങ്ങനെ ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇനി പള്ളിയിലെ ജമാഅത്തിന് വന്നാലും അങ്ങനെ. അവിടെ സഫ് നിൽക്കുമ്പോ ആ ഓരോരുത്തർ ഇങ്ങനെ ബാക്കിലേക്ക് നോക്കും. ഉസ്താദ് വെള്ളിയാഴ്ച ചെന്ന് കേൾക്കുന്നില്ലേങ്ങോ? സഫകൾ ശരിയാക്കി നിൽക്കുക, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയുമ്പോ അവിടെ ഓരോരുത്തർ ബാക്കിലേക്ക് നോക്കുന്നു. എന്തിനീ ഓ നേരാക്കട്ടെ വന്നിട്ട് ഇടാൻ, ഞാൻ നേരാക്കേണ്ടിയതല്ല. എന്നിട്ട് അവിടെ കിടാന് പിടിച്ച് വലിക്കും, അല്ലെങ്കിൽ ബാക്കിലുള്ളവൻ കിടാന് പിടിച്ചിട്ട് ഉന്തു മുമ്പിലേക്ക്. ഓനന്റെ വരാന് ആണി അടിച്ചിനെ, അയാളല്ലേ മുമ്പിലേക്ക് നിൽക്കണ്ടി. അവർക്കല്ലേ ഏറ്റവും വലിയ കടമയുള്ളത്, കുഞ്ഞു പൈതങ്ങൾക്കല്ല. അവർ അല്ലാഹുവിന്റെ അടുക്കൽ പരിശുദ്ധരാണ്, അവർ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ മഹാന്മാരാണ്. ഞങ്ങളെ കൺമുമ്പിൽ വികൃതി കുഞ്ഞുങ്ങളാണെങ്കിലും കുരുത്തക്കേട് കൂടിയ മക്കളാണെങ്കിലും ആ ചെറിയ പൈതങ്ങള് അല്ലാഹുവിന്റെ അടുക്കൽ വലിയവരാണ്, നിഷ്കളങ്കരാണ്, നിഷ്കപടരാണ്. എല്ലാം കൊണ്ടും ദുആ സ്വീകരിക്കപ്പെടുന്ന കൈകളാണ് ആ കുഞ്ഞു പൈതങ്ങളുടെ കൈകളാ. അതുകൊണ്ട് അവരെ മജ്ലിസിൽ നിന്ന് എണീപ്പിക്കേണ്ടതില്ല, പുറത്താക്കേണ്ടതില്ല. അവർ ഇതുപോലെയുള്ള മജ്ലിസുകളിൽ വേണോ. അതിന്റെ അർത്ഥം എല്ലാരും പിടിച്ചിട്ട് മുമ്പിൽ കയറ്റണമെന്നുമല്ല, ഇരുന്നവരെ എണീപ്പിച്ച് അങ്ങോട്ടും ആയിക്കൊടുമൊന്നുമല്ല. അവർ ഇരിക്കട്ടെ, അദബും അച്ചടക്കത്തോടെ ഇരിക്കട്ടെ. അദബും അച്ചടക്കവും നിങ്ങൾ നന്നായി അവർക്ക് വീട്ടിൽ പറഞ്ഞു കൊടുക്കുകയും വേണം. പള്ളികളോടെങ്ങനെ, മദ്രസകളോടെങ്ങനെ, ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്ലിസുകളോടെങ്ങനെ, ആലിമീങ്ങളുടെ മുമ്പിലെങ്ങനെ, വലിയവരായ നേതാക്കളുടെ മുമ്പിലെങ്ങനെ. അദബ് എന്നതാണ് ദീനിന്റെ ഏറ്റവും കാതലായ വിഷയം. ഈമാന് കഴിഞ്ഞാൽ ഈ ഇസ്ലാമിൽ ഏറ്റവും വലിയ പ്രധാനമുള്ള കാര്യം അദബാണ്, സംസ്കാരമാണ്. അദബില്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട, ആദരവ് കൽപ്പിക്കാത്തവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. അൻ തഹ്ബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നല്ല പോലെ കേൾക്കണം. ഇനിയും ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ബാക്ക് ഇരുന്നോളൂ. മാവോ മുണ്ടരുത്. ഇനി മുണ്ടിയ വോളണ്ടിയർമാർ നിങ്ങളെ ബാക്കിലാക്കും. മാഷാ അല്ലാഹ്, ഞങ്ങളെ ചെറിയ മക്കൾ അല്ലാഹു തആല വരെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. ഞങ്ങളെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. അദബ് എന്നതാണ് വലിയ കാര്യം. നമുക്കില്ലാതെ പോയതും അതന്നെ. ഇന്നത്തെ കാലത്ത് നമ്മുടെ ആൾക്കാർക്ക് ഇല്ലാതെ പോയതും അദബാണ്. ആണ് പെണ്ണെന്ന വ്യത്യാസമില്ലാതെ ഇന്നിപ്പോ ആർക്കും അദബില്ല. പഴയ കാലത്തെ പോലെയല്ല. പഴയ കാലത്തൊക്കെ പള്ളികളോട്, വലിയവരോട്, പ്രായമുള്ളവരോട്, വയസ്സന്മാരോട്, ജന്മം നൽകിയ മാതാവിനോട്, പിതാവിനോട്, അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട്, പള്ളികളോട്, ഇതുപോലെയുള്ള ദീനിന്റെ ഷിആറുകളോട് വലിയ ബഹുമാനമായിരുന്നു. ഇന്നത് എടുത്തെറിയപ്പെട്ടു പോയി. ഇന്ന് നിസ്കാരത്തിന് കമ്മിയില്ല. ധാരാളം നിസ്കാരക്കാരുണ്ട്, നല്ലോണം സിയാർത്ത് ചെയ്യുന്നവരുണ്ട്, നല്ലോണം ദിക്ർ ചൊല്ലുന്നവരുണ്ട്. പക്ഷേ അദബുള്ളവരില്ല. അലിമീങ്ങളോടെങ്ങനെ വേണം, തങ്ങന്മാരോടെങ്ങനെ ബഹുമാനിക്കണം, നാട്ടിന്റെ വലിയവരായ നേതാക്കളോടെങ്ങനെ പെരുമാറണം, പ്രായമുള്ള വയസ്സന്മാരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം, ജന്മം നൽകിയ മാതാപിതാക്കളോട് ഏത് കോലത്തിൽ ഇടപെടണം, അതുപോലെ തന്നെ ഭർത്താവിനോടെങ്ങനെ പെരുമാറണമെന്ന് പഠിച്ചറിഞ്ഞ ഒരു മുസ്ലിമിനെ ഇന്ന് കാണുക വിരളമാണ്. കണ്ടില്ലേ ഞങ്ങളെ ചില പെണ്ണുങ്ങള്, ചില ഉമ്മമാർ, സഹോദരിമാർ, എല്ലാവരുമല്ല, എല്ലാവരെ പറയുക ശരിയല്ലല്ലോ. ഇവിടെയുള്ള ഉമ്മ പെങ്ങന്മാർ ഏതായാലുമല്ല. ചില പെണ്ണുങ്ങൾ കണ്ടോ, ഭർത്താക്കന്മാരുടെ പേര് ചൊല്ലിയിട്ടാണ് ഇന്നത്തെ കാലത്ത് വിളിക്കണത്. അല്ലേ? പിന്നെ അബ്ബാസ്, കമോൺ, മുനീർ, ചായ റെഡി. നിങ്ങളോ? സോറി, വന്നു പോയതാണ് പേര്. അല്ല, ഭർത്താക്കന്മാർ ഇപ്പൊ പേരേറ്റ് വിളിക്കുന്നതാണ്. ഇപ്പോ
എന്നിട്ട് ചോദ്യം ഉസ്താദുമാരോട്, ഉസ്താദെ മാപ്പിളുടെ പേര് ചൊല്ലിട്ട് വിളിക്കാവോ? എന്തി പത്രം നിർബന്ധം എനിക്ക് മുട്ടീനെന്തേ? മാപ്പിളുടെ പേര് ചൊല്ലിട്ട് വിളിക്കണമെന്ന് മുട്ടീനെന്തേന്ന്? ഈ കോന്തനും അങ്ങനെ, ഈ മാപ്പിളെ അങ്ങനെ, ഓനും അങ്ങനത്തെ തന്നെ. ഏടന്നോ ലിങ്ക് ആയതല്ലേ, നല്ല നിലക്കായതല്ലോ. പിന്നെ ഓൻ എന്ത് ബഹുമാനം? അത് ചിരിക്കാൻ പറയുന്നതല്ല, അദബാണ് വലിയ കാര്യം. കാതല്ലദബു അയ്യകൂന സുലുസൈ ദീനീ, ദീനിന്റെ 2/3 അദബ. മറക്കണ്ട, നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. ദീനിന്റെ ഈമാനിന്റെ കാതലായ ഭാഗമാണ് അദബ. അതവില്ലാതെ പെരുമാറിയതിന്റെ പേരില്, ആദരിക്കപ്പെടേണ്ടതിനെ ആദരിക്കാത്തതിന്റെ പേരില്, ബഹുമാനിക്കപ്പെടേണ്ടതിനെ ബഹുമാനിക്കാത്തതിന്റെ പേരില് 14,000 ആണ്ട് സ്വർഗലോകത്ത് സുജൂദിട്ട അസാസീലിനെ പോലും അല്ലാഹു സ്വർഗത്തിന്റെ പടിയടച്ച് പിണ്ടം വെച്ച് കാലാകാലം പുറത്താക്കി. അവൻ അല്ലാഹു നരകത്തിലാക്കി. തൗബ പോലും സ്വീകരിക്കാതെ വിട്ടോ. അവന്റെ പേര് അസാസീൽ. അസാസീൽ എന്ന് പറഞ്ഞാൽ ആരാ? ജിബ്രീലിന്റെ ഉസ്താദാണ്, അസ്രായിലിന്റെ ഉസ്താദാണ്, മീകായിലിന്റെ ഉസ്താദാണ്. മലായികത്തീങ്ങളെ കോടാനക്കോടി മലായികത്തീങ്ങളെ ഉസ്താദാണ്. മാത്രമല്ല 14,000 ആണ്ട്, ഒന്നല്ല രണ്ടല്ല. ഉമ്മമാര് കേൾക്കണോ? ഞങ്ങളെ ഇന്നത്തെ ബാല്യക്കാർത്തികൾ കേൾക്കണോ? 14,000 ആണ്ട്, 14,000 ആണ്ട് അള്ളാന്റെ സ്വർഗലോകത്ത് നല്ലോണം അള്ളാഹ്ക്ക് സുജൂദിട്ടയാളാണ്. ധാരാളം ഇബാദത്തുള്ള മനുഷ്യനാണ്. ഞങ്ങളെ പോലെ വെള്ളിയാഴ്ച മാത്രം പള്ളിക്ക് കയറിയോനല്ല. ഞമ്മങ്ങനെയാണ്. ഞമ്മ വെള്ളിയാഴ്ച മാത്രമല്ല, ചില ആൾക്കാർ റമദാനിൽ മാത്രം. ഇപ്പൊ മറ്റൊന്ന് വരും ഇൻഷാ അല്ലാഹ്. പുതിയ ആൾക്കാരെല്ലാം കാണും. പുതിയ ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചോണ്ടാ ഇത് നായ്മാർമൂലിന്റെ ആളായിരിക്കും, ഇത് ചെറുക്കലത്തെ ആളായിരിക്കും. അല്ല, അത് ഇവിടുത്തെ തന്നെ, അത് കൊല്ലത്തിലേക്ക് വരുന്നു. ശരിക്കും കാണുമ്പോൾ ഡൗട്ടുണ്ട്, അങ്ങനത്തെ ആളുണ്ടാന്നല്ലേ. അത് പുറംനാട്ടിൽ അങ്ങനത്തെ കുറെ ഉണ്ട്. ഒരു വെള്ളിയാഴ്ച ടു വെള്ളി, റമദാൻ ടു റമദാൻ, പെരുന്നാൾ ടു പെരുന്നാൾ, അങ്ങനെ. പിന്നെ ഡെയിലി ഉള്ളതുകൊണ്ട് അല്ലാഹു തആല നിസ്കാരം അതിൻ്റെതായ സമയത്ത് മട്ടം പോലെ നിർവഹിക്കാൻ വലിയ തൗഫീഖ് അല്ലാഹു മുഅ്മിനീങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നൽകട്ടെ. ഇത് കേൾക്കണം, ഇത് നല്ല പോലെ കേൾക്കണം. കൂടുതൽ വേല വേണ്ട, കൂടുതൽ ഇബാദത്തും വേണ്ട. കൂടുതൽ വേണ്ടത് അദബാണ്. അദബില്ലാതെ പോയാൽ എല്ലാ അമലും നിഷ്ഫലമാകും, എല്ലാ ഹജ്ജും ബാത്തിലാകും, എല്ലാ വഅദും ക്യാൻസലാകും, എല്ലാ ദിക്റും തസ്ബീഹും ഓത്തും ബൈത്തും അല്ലാഹ് തള്ളിക്കളയും കേട്ടോ. പരിശുദ്ധ ഖുർആനാണ്. നല്ല പോലെ കേൾക്കണം. لا ترفعوا أصواتكم فوق صوت النبي. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, അദബിന്റെ പാഠം, മര്യാദയുടെ പാഠം, സംസ്കാരത്തിന്റെ പാഠം എല്ലാം പഠിപ്പിച്ചിട്ട് അല്ലാഹ് പറയുകയാണ്, ഒരു വേള നിങ്ങളെങ്ങാനും അദബില്ലാതെ പെരുമാറിയാൽ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ പോയാൽ, ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കാതെ പോയാൽ, അന്തഹ്ബത അമാലുക്കും, നിങ്ങളുടെ അമലുകൾ മുഴുവനും പൊളിച്ചു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, പക്ഷേ നിങ്ങളതറിയില്ല. നിങ്ങളറിയാതെ, നിങ്ങൾ വിചാരിക്കാത്ത രൂപത്തില് നിങ്ങൾ ഓതിയ ഖുർആനും, നിങ്ങൾ നിസ്കരിച്ച നിസ്കാരവും, നിങ്ങൾ ഈ ചെയ്ത നല്ല പ്രവർത്തനങ്ങളും, ഈ തൊണ്ടകീറി പ്രസംഗിച്ചതും, ഈ ക്ഷീണം മറന്നിട്ട് ഇരുന്നിട്ട് 2-2.5 മണിക്കൂർ ഇരുന്ന് കേട്ടതും, എല്ലാ അമലുകളും നാളെ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ, അത് അല്ലാഹുവിന്റെ ലിസ്റ്റിൽ കാണണമെങ്കിൽ, അതിന് എണ്ണിയാൽ തീരാത്ത പ്രതിഫലം കിട്ടണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ഇഖ്ലാസാണ്. പിന്നെ വേണ്ടത് അദബാണ്. അദബില്ലാതെ പോയാൽ എല്ലാമലും പൊളിഞ്ഞു പോകും കേട്ടോ. എന്തേ ഇബ്ലീസിനെ പുറത്താക്കിയത്? ഓന്റെ ഫസ്റ്റത്തെ പേര് അസാസിൽ എന്നാണ്. ഓന്റെ ആധാർ കാർഡ് എടുത്ത് നോക്കി, ഓന്റെ ഫസ്റ്റ് നെയിം അങ്ങനെയാണ്, പിന്നെ തിരുത്തിയതാണ് അസാസിൽ. അലിസ്ലാം ജലീറിന്റെ കേൾക്കുമ്പോ ഏകദേശം അസ്രായിലിന്റെ ടൂണിലുണ്ട് അല്ലേ? ഞാൻ അതിനൊപ്പിച്ചിട്ട് ജലീറിന്റെ അസാസിൽ. നല്ല പേര്. കിടാന് പേരിടുകയും വേണ്ട. ഇനി മലായികത്തീങ്ങളെ പേര് കിടാനിടാം. കിടാനിടേണ്ടിയത് തന്നെ നല്ല പേര്. അതിൽ അബ്ദുള്ള, അബ്ദുറഹ്മാൻ, മലായികത്തീങ്ങളെ പേരും ഇടാ. ഇമാമിങ്ങൾ പറഞ്ഞു അസ്രായിൽ, ജിബ്രീൽ എന്നൊക്കെ ഇടാ, മോശമില്ല. പിന്നെ അസാസിൽ നിട്ടുണ്ടാ, കേൾക്കുമ്പോ നല്ല സ്പെല്ലിങ് നല്ലിട്ട് അറിഞ്ഞിട്ട്. ഏതൊരു ഉമ്മ പേരിട്ടല്ലോ, ഉമ്മല്ല ഉപ്പ. ഉസ്താനിൽ കേട്ട്, ഉസ്താനിൽ കേൾക്കാണ്ട് ഗൂഗിൾ നോക്കിയിട്ടെ എന്തെന്ന് കേൾക്കുമ്പോ എന്നെ കാറ്റ് പാറുന്നില്ല വായിൻ്റെ ഉള്ളിൽ. ഹഫ്സ എന്നല്ല,
ഹഫ്സാന്ന് മൂത്ത കിടാവനുണ്ട്. അപ്പൊ അതിനെ ഒപ്പിച്ചിട്ട് തന്നെ ഇട്ട് ഇളയ കിടാനോ ഹഷ്ഫാൻ. എന്തിയാ ഹഷ്ഫ? കേക്കാൻ നല്ല സുഖ, പക്ഷെ അർത്ഥം നോക്കിയെങ്കിലാ എന്ത് ചെല്ലിയറിന്റെ 600 ചെല്ലിയറിന്റെ ആരം കൊണ്ടും ഉമ്മാന്റെ മര്യാദ തേച്ചും പോകും. ഹഷ്ഫ ചെല്ലുക ആണുങ്ങ മൂത്രം പിറ്റുന്ന ആ ഭാഗത്തിന്റെ ലാസ്റ്റ് എൻഡ് എന്നർത്ഥം. ലാസ്റ്റാ ഫസ്റ്റാ ഏതു പാട്ട് നല്ല അർത്ഥമല്ല, കേൾക്കുമ്പോ നല്ല സുഖമുണ്ട്. കാറ്റ് എങ്ങനെ പോന്നറിഞ്ഞ സമൂസ എന്ന പോലെ വന്നു അല്ലേ? പക്ഷെ അങ്ങനെ നോക്കിയിട്ടും നല്ല പേര് വെക്കണ്ടേ? നല്ല പേര് വെക്കണം. അതില് മലായിക്കത്തീങ്ങളെ പേരും വെക്കാം, ഒരു മോശവും ഇല്ല. മഹാന്മാരെ പേരാണെങ്കിൽ ബഹുമാനിച്ചിട്ട് ആ പേരും വെക്ക, അർത്ഥം നോക്കണമൊന്നുമില്ല. മഹാന്മാരുടെ പേരാണെങ്കിൽ വിലായത്ത് കൊണ്ടും കശ്ഫ് കൊണ്ടും കറാമത്ത് കൊണ്ടും എല്ലാം കൊണ്ടും അറിയപ്പെട്ട, ഇൽമു കൊണ്ടും ഫദ്ല് കൊണ്ടും ഖൈറ് കൊണ്ടും അറിയപ്പെട്ട മഹാന്മാരാണെങ്കിൽ അവരുടെ ആ നല്ല പേരും വെക്ക, അതിന്റെ അർത്ഥം പോലും നോക്കണമൊന്നുമില്ല. അഥവാണ് കാര്യം. അസാസിൽ ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. അസാസിൽ 14,000 ആണ്ട് സ്വർഗത്തിന്റെ കാവലുകാരനായി ധാരാളം സുജൂദ് ചെയ്തു. മലായിക്കത്തീങ്ങളെ ഉസ്താദായി. എന്നിട്ട് എന്തായി? ഒരവസരം പടച്ച റബ്ബവനോട് പറഞ്ഞു, ഫഖുർജ് ഫഇന്നക റജീം വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. കടക്കടോ പുറത്ത്, പോ പുറത്ത്. കാലാകാലം സ്വർഗത്തിന്റെ പടിയടച്ചവനതാ സ്വർഗം ഹറാമാക്കി അല്ലാഹു ഇറക്കി വിട്ടു. ചെയ്ത തെറ്റെന്തറിയുമോ? പെങ്ങളെ കേൾക്കണോ, ഉമ്മ കേൾക്കണോ, മുസ്ലിമേ കേൾക്കണോ? നിസ്കാരത്തിന് ഭംഗം വരുത്തിയതല്ല, സുജൂദിടാതെ പോയതല്ല, വേറെ ഒരു അനുസരണക്കേടും അവൻ കാണിച്ചിട്ടില്ല, ഇൽമിനാണെങ്കിലോ ഒരു കുറവും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും അല്ലാഹു തആല അവനെ കാലാകാലം ലഅനത്തിട്ടിട്ട് പുറത്തിടാനുള്ള കാരണം അല്ലാഹ് ആദരിച്ച ആലിമിന്, ആലിമായ ആദമിന് അല്ലാഹ് ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ മനുഷ്യന് ബഹുമാനിച്ചില്ല, അദബ് കാട്ടിയില്ല. അതുകൊണ്ട് തന്നെ റബ്ബ് അവന്റെ എല്ലാ നന്മകളും പൊളിച്ചു കളഞ്ഞിട്ട് സ്വർഗത്തിൽ നിന്നിട്ട് അവനെ കാലാകാലം പുറത്തിട്ടു. അതുകൊണ്ട് നല്ല അദബ് വേണം, അദബ് വേണം. പള്ളികളോട്, ഇതുപോലെയുള്ള ദീനിന്റെ ശിആറുകളോട്, ദീനിന്റെ ശിആറുകള്, ദീനിന്റെ അടയാളങ്ങള് ബഹുമാനിക്കുക എന്നത് തഖ്വൽ ഖുലൂബാണ്. അത് ഹൃദയത്തിന്റെ പിന്നെ തഖ്വയാണ്. ഒമയ്യു അള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. പരിശുദ്ധ ഖുർആനാണ് അല്ലാഹുവിന്റെ ശിആറുകളാകുന്ന ചിഹ്നങ്ങള്. പള്ളികളാവട്ടെ, ഇതുപോലെയുള്ള മജ്ലിസുകളാവട്ടെ, മഹാന്മാരാവട്ടെ, എന്ത് തന്നെയാവട്ടെ, അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങള് അത് നല്ലപോലെ ബഹുമാനിക്കുക എന്നത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ബഹുമാനം മറക്കണ്ട. പള്ളികളോടും അങ്ങനെ അതൊരു കാഴ്ച ബംഗ്ലാവല്ല, അതൊരു മാളല്ല, അല്ലെങ്കിൽ അതൊരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ല. അവിടെ നല്ല ബഹുമാനം വേണം. നിന്റെ കളികളും ചിരികളും നിന്റെ മൊബൈൽ പിടിച്ചിട്ടുള്ള ചില്ലുന്ന ഏർപ്പാടും അവിടെ കാട്ടല്ലേ. ഹിയ ബൈത്തുല്ലാഹ്, അതല്ലാഹുവിന്റെ വീടാണ്. ഏതാ പള്ളി? പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? ഹബീബായ റസൂലുള്ളാഹി, നല്ല പോലെ കേട്ടോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുസൂനുൽ മുഅ്മിനി സലാസ, ഹുസൂനുൽ മുഅ്മിനി സലാസ. ഇനിയിലാരും വിടണ്ടും മാവോ കിടാക്കളൊന്തിയിൽ വിടണ്ട, അതില് പോഞ്ചല്ലോ, നീ ആടെ നിന്നോ. മാഷാ അല്ലാഹ്, നല്ല വോളണ്ടിയർ. അല്ലാഹു ഞങ്ങളെ വോളണ്ടിയർമാരുടെ സേവനങ്ങൾ കബൂലാക്കട്ടെ. അങ്ങ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോ മാഷാ അല്ലാഹ് എല്ലാം കൊണ്ട് ഒരു നന്മയുള്ള നാട്, ഒരു ദീനിന്റെ വെളിച്ചമുള്ള നാട്, നല്ല അദബും ബഹുമാനമുള്ള നാട്. ഞാൻ ബന്ധപ്പെടെ ബാല്യക്കാരൊക്കെ നമ്മളെ പൊയിഞ്ഞു, നമ്മളാകെ ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും ഞങ്ങളെ പൊതിഞ്ഞു. ചിലയിടത്തുണ്ട് ബാല്യക്കാർ മാഷാ അല്ലാഹ് കാളി വന്നങ്ങും തങ്ങ വന്നങ്ങും. ഈ പിന്നെ ചാത്തപ്പനെന്ത് മഷർ എന്ന് പറഞ്ഞ മാതിരി, ഓനെന്ത് തങ്ങ, ഓനെന്ത് ഉസ്താദ്, ഓനെന്ത് ബാപ്പ, ആര് വന്നെങ്കിൽ ഓനൊരു കൂസലില്ല. ഏതോ ഒരു ചെറുക്കൻ സിഗരറ്റ് വലിക്കുന്നുണ്ടായില്ലോ, ബീഡിയ സിഗരറ്റ് ആന്തോ അല്ല ഇപ്പത്തെ പുതിയതാന്ന് അറിയാലോ, എന്തോ ആട്ട് ഏതായാലും വലിക്കുന്നുണ്ടായി. അങ്ങനെ
അങ്ങനെ വലിക്കുന്നുണ്ട്. അതിന് ഒണിച്ചിട്ട് ആരും കാണണ്ട, കേക്കണ്ട, ആരും കാണണ്ട അറിഞ്ഞിട്ട് ഒരു മൂലയില് കോണിപ്പടിയിൽ ഏണിന്റെ അടിയിൽ ഇങ്ങനെ വലിക്കുന്നുണ്ടായി. അപ്പോ ആരോ ഓനോട് പറഞ്ഞോലോ, ബാല്യക്കാർ വന്നിട്ട് ഓന്റെ കമ്പനി, ഓന്റെ ബ്രോ ഓനോട് എന്താ നിന്റെ ഉപ്പ വന്ന് നിന്റെ ബാപ്പ വരുന്നുണ്ട്. അപ്പൊ ചോദിച്ചെന്തറിഞ്ഞ, ബാപ്പന്ത് പെട്രോളിന്റെ ടാങ്കറാന്ന് പൊട്ടുവാന്ന്. ഞാനീ വലിച്ചതുകൊണ്ട് കത്തോ ബാപ്പക്കെന്താ കൊമ്പുണ്ടാന്ന്. എങ്ങനുണ്ട്? ഇതാണ് ഇന്നത്തെ ബാല്യക്കാരുടെ കൺസെപ്റ്റില് ബാപ്പ. എന്നിട്ട് ഓന്റെ നിസ്കാരം ആർക്ക് വേണം? നിന്റെ നിസ്കാരം ആർക്ക് വേണം? നിന്റെ നോമ്പ് ആർക്ക് വേണം? നിന്റെ സക്കാത്ത് ആർക്ക് വേണം? നിന്റെ ഹജ്ജ്. ആദ്യം വേണ്ടത് അദബ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിന്റെ കോലായിലൂടെ നടന്നു പോകുമ്പോ മദീനത്തെ പള്ളിയിൽ അതാ രണ്ട് ചെറുപ്പക്കാർ സംസാരിക്കുകയാണ്. രണ്ട് ബാല്യക്കാർ ഞങ്ങളെ പോലെ ഞഞ്ഞമിഞ്ഞ പറയുന്നതല്ല, ഞങ്ങളെ പോലെ ബളബള വർത്തമാനം പറയുന്നതല്ല, ഞങ്ങളെ പോലെ അവിടെ ഇരുന്നിട്ട് മൊബൈലിൽ ആഭാസങ്ങൾ നോക്കുന്നതല്ല. എന്തോ അവർ കുറച്ച് ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കുകയാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ രണ്ട് ചെറുപ്പക്കാരെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല മക്കള് ബാല്യക്കാര്, നിങ്ങ എവിടത്തുകാരാണ്? നിങ്ങാരാ എവിടത്തുകാരാണെന്ന് ചോദിച്ചപ്പോ ആ ബാല്യക്കാര് പറഞ്ഞു, തങ്ങള് അമീറുൽ മുഅ്മിനീൻ തങ്ങള്, ഞങ്ങൾ രണ്ടുപേരും ത്വായിഫുകാരാണ്. ഈ മദീനക്കാരല്ല, വിദേശികളാണ്, പരദേശികളാണ്, ഈ നാട്ടിലേക്ക് വന്നവരാണ്, ഞങ്ങളെ യാത്രക്കാരാണ് എന്നാ രണ്ട് ബാല്യക്കാർ പറഞ്ഞ നേരം മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയാ? അതെ, നിങ്ങൾ പുറം നാട്ടുകാരായതുകൊണ്ട്, നിങ്ങൾ വിദേശികളായതുകൊണ്ട്, നിങ്ങൾ തായിഫ് നാട്ടുകാരായിട്ട് ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് വിടുതിയുണ്ട്, തൽക്കാലം മാപ്പുണ്ട്. അതല്ല, നിങ്ങൾ ഈ മദീനക്കാരായിരുന്നുവെങ്കിൽ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് സംസാരിച്ചതിന്റെ പേരില്, ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചതിന്റെ പേരില്, ആഭാസങ്ങളും കളികൂത്താട്ടങ്ങളും നടത്തിയതിന്റെ പേരില് ഞാൻ നിങ്ങളെ തലവെട്ടുമായിരുന്നു. കാരണം ഇതമ്മായിന്റെ വീടല്ല, ഇതല്ലാന്റെ വീടാണ്. നിങ്ങൾ പുറം നാട്ടുകാരായതുകൊണ്ട് ബാക്കിയായി. ഒരു വേള ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ നിങ്ങളെ ഉടലിന്റെ മേലെ തല കാണില്ലായിരുന്നു എന്ന് മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞുവെങ്കിൽ എത്ര കണ്ടാണ് ബഹുമാനിക്കപ്പെടേണ്ട ഇടങ്ങളെ ബഹുമാനിക്കേണ്ടത്? പള്ളികൾ എന്ന് പറഞ്ഞാൽ അതാണ്. മാഷാ അല്ലാഹ്, അത് ഞങ്ങളെ കാവൽ കേന്ദ്രമാണ്, ഞങ്ങളെ എല്ലാ നിലക്കുള്ള സമാധാനത്തിന്റെ കേന്ദ്രമാണ്, ശാന്തിയുടെ കേന്ദ്രമാണ്, ഞങ്ങളെ നാടിന്റെ അഭിമാനമാണ്, വെളിച്ചമാണ്, ഈ മണ്ണിന്റെ ബർക്കത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇന്ത്യ മുണ്ടനില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4000 ആണ്ട് മുന്നേ, ഒന്നല്ല രണ്ടല്ല, 1000 അല്ല 2000 അല്ല, 4000 ആണ്ട് മുന്നേ പരിശുദ്ധമായ കഅബാലയം ഇതുപോലെ പുനരുദ്ധരിപ്പിച്ചോ, പുനഃസ്ഥാപിച്ചോ, അതിനെ ഒന്നും കൂടി റിപ്പയർ ചെയ്തോ, നല്ല മട്ടം പോലെ അതിനൊന്ന് അണ്ടായിപ്പിച്ച് ചേലാക്കി എല്ലാം കഴിഞ്ഞിട്ടതാ പരിശുദ്ധമായ കഅബയുടെ എല്ലാ പണികളും കഴിഞ്ഞ നേരം അവിടെ ബാക്കിയായിരുന്ന ചില പൊടികളും മണ്ണുകളും കല്ലുകളും എടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്തരീക്ഷത്തിൽ എറിഞ്ഞു. മഹാന്മാർ പഠിപ്പിക്കുകയാണ്, അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ബാക്കിയായ പൊടിയും മണ്ണുമെല്ലാം എടുത്തിട്ട് എറിഞ്ഞ നേരം ലോകത്തിന്റെ ഏതെല്ലാം മുക്കുമൂലകളിൽ പോയിട്ട് അതിന്റെ മൺതരികൾ വീണുവോ, എവിടെയെല്ലാം കല്ലുകൾ മണ്ണുകൾ വീണുവോ, അവിടെയെല്ലാം അല്ലാഹുവിന്റെ പള്ളി വരുമെന്ന്. അങ്ങനെയുള്ള ഒരു കല്ല് വീണ ഇടമാണ് ഞങ്ങളെ പൊടിപ്പള്ളം നാട്, ഞങ്ങളെ ഈ മണ്ണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പള്ളി വന്നത്. മാഷാ അല്ലാഹ്, ഇന്നലകളിൽ നേതൃത്വം കൊടുത്ത ഒരുപാട് പേരുണ്ട്. പിന്നെ ആവതില്ലാത്ത പഴയ കാലം, ഇന്നത്തെ കാലമല്ലല്ലോ. പണ്ട് ആണോ? പണ്ട് വളരെ ദാരിദ്ര്യം പിടിച്ച കാലം, ഒരു നേരത്തെ ഭക്ഷണത്തിന് നല്ലോണം കഷ്ടപ്പെട്ട കാലം, അടുപ്പത്ത് നാളേറെ തീ പുകയാത്ത കാലം, പഴയ കാലം. അന്ന് മാഷാ അല്ലാഹ് ഞങ്ങളെ നാട്ടിൽ പള്ളിയുണ്ട്, അവരാവതുപോലെ അവർ ഉണ്ടാക്കി വെച്ചു. അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന്. അൽഹംദുലില്ലാഹ് ഞങ്ങൾ അവരെ പോലൊന്നുമല്ല. പഴയ കാലം ഇങ്ങനെയല്ലല്ലോ. പഴയ കാല കാളവണ്ടിയുടെ കാലമാണ്, ഇന്ന് കമ്പ്യൂട്ടറിന്റെ കാലമാണ്.
അന്ന് ചക്കക്കുരു തിന്നിട്ട് ജീവിച്ച കാലമാണ്. ഇന്ന് വലക്ക പോലത്തെ മന്തിയും കുന്തവും ഷവർമയും തിന്നുന്ന കാലാണ്. അന്ന് ചക്കക്കുരുവും ചക്കച്ചോളയും തിന്നുന്ന കാലാണ്. എന്നാലും അന്ന് നല്ല റാഹത്താണ്. അന്ന് മെഡിക്കൽ കോളേജ് ഇല്ല, ക്യാൻസർ സെന്റർ ഇല്ല, അവിടെ മരത്തിന്റെ അടിയിൽ ആംബുലൻസ് ഇല്ല. നല്ല ഹാപ്പി ആയിരുന്നു, നല്ല ആരോഗ്യമായിരുന്നു. ഇന്ന് എല്ലാം കൊണ്ട് ആദ്യം കമ്മിറ്റിക്കാർ തീരുമാനിക്കുന്നതിന് എന്തറിഞ്ഞ നാട്ടുകാർക്ക് ആദ്യം വേണ്ടത് ഒരു ആംബുലൻസ്. എന്തേ? എല്ലാം കിടത്തത്തിലായി. ആംബുലൻസ് ഫസ്റ്റ് തീരുമാനിക്കുന്ന ആംബുലൻസ്. എന്തേ? 20 ഷുഗർ, 21 പ്രഷർ, 22 കബർ, ഖത്തം ഖലാസ്. ആംബുലൻസ് എല്ലാവർക്കും ഇപ്പൊ ആംബുലൻസ് ഇപ്പൊ വേണ്ടി. പണ്ട് ഇതൊന്നും ഇല്ല, നല്ല റാഹത്ത്. BP ഇല്ല, ഷുഗർ ഇല്ല, അതില്ല, ഇതില്ല. എന്തേ കാര്യം? അന്ന് നല്ല ഈമാൻ ഉണ്ടായിരുന്നു മനുഷ്യന്. അന്ന് അല്ലാഹുവിന്റെ പേടിയുണ്ടായിന്, അന്ന് നാണമുണ്ടായിരുന്നു, ലജ്ജയുണ്ടായിരുന്നു, സംസ്കാരമുണ്ടായിരുന്നു, ഹദമുണ്ടായിരുന്നു, ദീനുണ്ടായിരുന്നു, ഈമാനുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായപ്പോ അല്ലാഹു അവർക്ക് എല്ലാം കൊണ്ട് സമാധാനം നിറഞ്ഞ നാളുകൾ കൊടുത്തു. സമാധാനത്തിന്റെ കാലങ്ങൾ അവർക്ക് സമ്മാനിച്ചു. ഇന്നല്ലാഹനെ മറന്നപ്പോ അല്ലാഹ് ഞങ്ങളെ മറന്നു. ഞങ്ങൾ അല്ലാഹനെ മറന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ ദീന് മറന്നു. ഇന്ന് കാണുന്നില്ലേ ലേറ്റസ്റ്റ് പുള്ളന്മാരൊക്കെ എക്സ് മുസ്ലിം ആവുകയാണ്. അവർക്ക് ഇസ്ലാമിനോട് ഇത്തിരി പുളിപ്പാണ്. ഇസ്ലാം എന്ന് പറയുമ്പോ അവർക്കൊരു തരം അലർജിയാണ്. ചില ബാല്യക്കാർ പറയുന്ന കേൾക്കാ, ഇസ്ലാമായി കണ്ടാ പിന്നെ ഒരു കെട്ടിയിട്ട പോലെ കുറെ നിസ്കരിക്കണോ, കുറെ നോമ്പ് നോക്കണോ, കുറെ കഷ്ടപ്പാടുണ്ട്. ഒരു കഷ്ടപ്പാടുമില്ല മോന്, നിനക്ക് ദീനറിയാഞ്ഞിട്ടാണ്, നിനക്ക് അല്ലാഹനെ അറിയാഞ്ഞിട്ടാണ്, നിനക്ക് അല്ലാഹന്റെ പള്ളികളെ അറിയാഞ്ഞിട്ടാണ്. നല്ല പോലെ കേട്ടോ, വെറുതെ നോക്കിയാൽ പോലും അല്ലാഹുവിന്റെ ഭവനമാണെന്ന വിശ്വാസത്തോടെ, ആദരവിന്റെ കണ്ണോടെ, നല്ല ബഹുമാനത്തിന്റെ ചിന്തയോടെ വെറുതെ നോക്കിയാൽ പോലും അല്ലാഹ് കൂലി തരുന്ന ഇടമാണ് പള്ളികള്. വെറുതെ ഒന്ന് നോക്കിയാ മതി. ഞങ്ങൾക്കും ആ കൂലി ഉണ്ടാവോ? തീർച്ചയായിട്ടും പെണ്ണുങ്ങൾക്ക്. അപ്പൊ ഉസ്താദ് നോക്കിയങ്ങ് കൂലി കിട്ടുന്നെങ്കിൽ അപ്പൊ വന്നെങ്കിൽ ഏറെ കിട്ടല്ലേ? പള്ളിനെ വെറുതെ നോക്കിയങ്ങനെ കൂലിയുണ്ട്. എങ്ങനെ നോക്കണോ? എന്ത് ഡെക്കറേഷൻ! അങ്ങനല്ല നോക്കണ്ടേ. അള്ളാന്റെ പള്ളി, മാഷാ അല്ലാഹ്, അള്ളാന്റെ വീട്, ഞങ്ങളെ നാടിന്റെ പള്ളി എന്നാ ചിന്തയോട് നീ പള്ളിനൊന്ന് നോക്കിയാൽ മതി. കൂലിയുണ്ട്. വെറുതെ നോക്കി നോട്ടത്തിന് മാത്രം കൂലി കിട്ടുന്ന ചില കാര്യമുണ്ട്. ആയ മോനെ കൊടുത്തിട്ടായ നിങ്ങൾ ഇതിലിങ്ങനെ നടക്കുമ്പോ എനക്കൊരു വിശ്വാസാന്ന പോലാന്ന്. അവരെ സേവനം ചെറുതല്ല, അള്ളാഹു കബൂലാക്കട്ടെ. എന്നാലും ഓർ ഒന്നിന്റെ പിറകെ ഒന്നിന്റെ പിറകെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ എനക്കിതെന്തോ കമ്പള വായിച്ച പോലെ കാണും. എനിക്കൊരു വിശ്വാസം. കാരണം ഞാൻ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെ എന്തോ അല്ല. ഈ മൈക്കിന്റെ മുമ്പിൽ തൊണ്ട കാറുമ്പില്ലേ കുറച്ച് റിസ്ക് ഉണ്ട്. നിങ്ങൾക്ക് കൂളായിട്ട് കാണും. നിങ്ങൾ ഈ ഇരുത്തം പോലെ എന്തോ അല്ല ഇവിടെ. ചില മനുഷ്യന്മാർ അങ്ങനെ പറയലുണ്ട്. എന്നോട് തന്നെ പറഞ്ഞു ഒരാൾ, നിങ്ങൾ ഇങ്ങനാക്കിയ 5, ഇങ്ങനാക്കിയ 10 അലക്കെ ആര് തന്നീടെ ഈടുന്നെങ്കിലേ കൊടിപ്പള്ളത്ത് ഇതുവരെ വന്നിട്ട് അതിന് 5 അല്ല 10 അല്ല എത്ര ആയാലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് കണക്കും കാര്യമല്ല വിഷയം. കണക്കില്ലയുമില്ല. ഇനിയും ഇതുവരെ കണക്ക് പറഞ്ഞിട്ടുമില്ല. അല്ലാഹു ഞങ്ങളെ ഇൽമ നാഫിയാക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞ നല്ലോണം കഷ്ടപ്പെടുമ്പോ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊരു തോന്നൽ വരുമ്പോ, ഇതിന്റെ ഇടയിൽ ആരോ നടക്കുന്നു എന്ന് കാണുമ്പോ നമുക്കൊരു അസ്വസ്ഥത പോലെ. എന്തുകൊണ്ട്? അത് കേൾക്കുന്നവർക്കൊരു അരോചകമാണ്, അതൊരു ഡിസ്റ്റർബാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏതായാലും പള്ളികളോടൊക്കെ നല്ല ബഹുമാനം വേണം, നല്ല ആദരവ് വേണം. നാളെ അർശിന്റെ തണല് കിട്ടുന്നത് പള്ളികളുമായി ബന്ധപ്പെട്ടവർക്കാണ്. അർശിന്റെ തണല് കിട്ടുന്നവർ കാലിമാരാണെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അർശിന്റെ തണല് കിട്ടുന്നവർ തങ്ങന്മാരാണെന്ന് റസൂൽ പറഞ്ഞില്ല. അർശിന്റെ തണല് കിട്ടുന്നവർ ആലിമീങ്ങളാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. അർശിന്റെ തണല് കിട്ടുന്നത് 7 വിഭാഗത്തിന്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മശറ,
ഭയങ്കരമായ മഹ്ശറ. നല്ലവരും നല്ലവരായ നബിമാർ പോലും പേടിച്ച് പറച്ച് പറക്കം പായുന്ന മഹ്ശറ, നട്ടോട്ടമോടുന്ന മഹ്ശറ. ആ മഹ്ശറ ലോകത്ത്, ആ ഭയങ്കരമായ ലോകത്ത് ഒരു ബസ് സ്റ്റാൻഡിന്റെ തണലില്ല, ഒരു മരത്തിന്റെ തണലില്ല, ഒരു സത്രങ്ങളുടെ തണലില്ല, ഒന്നുമേ ഇല്ലാത്ത അവിടെ അല്ലാഹുവിന്റെ അർശിന്റെ തണലില്ലാത്ത വേറൊരു തണലില്ല. ആ അർശിന്റെ തണല് മാത്രം ലഭിക്കുന്ന പരലോകത്ത് ആ അർശിന്റെ തണല് ലഭിക്കുന്നത് ആർക്കറിയുമോ? കേവലം 7 വിഭാഗത്തിന് മാത്രമാണ്. അതിൽ 1-2 പേര് ഇവിടെയുണ്ട്. ആരറിയുമോ? ഒരാള് വഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. അതേ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നല്ല മനുഷ്യര്, പള്ളിയിൽ 5 നേരം ജമാഅത്തിനെത്തുന്നവര്, പള്ളിയിലുള്ള എല്ലാ കർമ്മങ്ങളിലും സജീവമായി ഇടപെടുന്നവര്, പള്ളിയെ സഹായിക്കുന്നവര്, പള്ളിയെ നല്ലോണം സ്നേഹിക്കുന്നവര്, പള്ളിയെ നല്ലോണം പിന്നെ ഹയാത്താക്കുന്നവര്, അവർക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ട്. പിന്നൊന്നാരറിയുമോ? ഇടത് കൈ അറിയാതെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ അല്ലാഹുക്ക് വേണ്ടി സ്വതക്ക കൊടുത്തവര്, ദാനധർമ്മം ചെയ്തവര്. സ്വതക്ക കൊടുക്കണോ? സ്വതക്ക എന്നത് കൊടുക്കുമ്പോ ആരും അറിയാൻ പാടില്ലല്ല. അത് രഹസ്യമായിട്ട് കൊടുക്കേണ്ടതാണ്, അത് പരസ്യമായി കൊടുക്കേണ്ടതല്ല. മാഷാ അല്ലാഹ്, ഞങ്ങളെ പള്ളികൾ, ഞങ്ങൾ ഈ പള്ളിക്ക് 10 ലക്ഷവും അതിലേറെയും കൊടുത്തവരുണ്ട്. ഒറ്റക്കായിട്ട് ഒരു വ്യക്തി മാത്രമായിട്ട് അങ്ങടെ കൊടുത്ത പലരുമുണ്ട്. 5 ലക്ഷം കൊടുത്തവരുണ്ട്, 2 ലക്ഷം കൊടുത്തവരുണ്ട്, 1 ലക്ഷം കൊടുത്തവരുണ്ട്, സ്വർണ്ണാഭരണം കൊടുത്തവരുണ്ട്, പൂഴി കൊടുത്തവരുണ്ട്, ഇരുമ്പ് കൊടുത്തവരുണ്ട്, 1000 കൊടുത്തവരുണ്ട്, 10,000 കൊടുത്തവരുണ്ട്. എല്ലാവരും സഹകരിച്ചത് പള്ളികളോടാണ്, എല്ലാവരും സഹായിച്ചത് പള്ളിയെയാണ്. നാളതിന്റെ പ്രതിഫലം അർശിന്റെ തണലാണെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹ്. പള്ളികൾ ഞങ്ങളെ കാവൽ കേന്ദ്രമാ, ഞങ്ങളെ അഭയ കേന്ദ്രമാ. ഈ ഉമ്മത്തിന്റെ പ്രൊട്ടക്ഷനാണ്, കാവലാണ്, രക്ഷാകേന്ദ്രമാണ് പള്ളികള്. പള്ളികളിൽ അഭയമുണ്ട്, പള്ളികളിൽ സമാധാനമുണ്ട്. എല്ലാ ഭാരങ്ങളും ടെൻഷനുകളും ഇറക്കി വെക്കാൻ പറ്റിയ സ്ഥലമാണ് പള്ളികള്. നാഥനായ റബ്ബിന്റെ മുമ്പിലേക്ക് കൈനീട്ടിയിട്ട് മട്ടം പോലെ അവിടെ 5 നേരം നിസ്കാരത്തിന് പങ്കെടുത്തിട്ട് ഞങ്ങളൊന്ന് ക്ലിയർ ആയാൽ, ഒന്ന് ദുആരെന്നാൽ ഫഫാലത്ത് ഐനാ, അവന്റെ കണ്ണിൽ നിന്നിട്ടൊന്ന് വെള്ളമുറ്റിപ്പോയാൽ അവനെല്ലാം കൊണ്ടും ക്ലിയറായി, അവന് നല്ല സമാധാനം ലഭിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഹുസൂനുൽ മുഅ്മിനി 3. മുഅ്മിനിന്റെ അഭയ കേന്ദ്രമാണ് 3. മുഅ്മിനിന്റെ നാറുന്ന പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരം 3 കാര്യമാണ്. ഒന്ന് പള്ളികള്, പിന്നൊന്ന് മസ്ജിദുൻ വദിക്റുല്ലാഹി വതിലാവത്തുൽ ഖുർആൻ. നല്ല പോലെ കേൾക്കണം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് പള്ളികള്, എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് പള്ളികള്. പള്ളിയുമായി ബന്ധപ്പെട്ട, പള്ളിയെ നല്ലോണം ആദരിച്ചോ, പള്ളിയെ നല്ലോണം പിരിശം വെച്ചോ, പള്ളിയോട് നല്ലോണം സഹകരിച്ചോ, അവിടെയുള്ള കർമ്മങ്ങളിൽ എപ്പോഴും നിന്റെ സാന്നിധ്യം അറിയിച്ചോ, എന്നാൽ നിനക്കാ പള്ളികൾ കാവലാണ്, നിനക്കാ പള്ളി വലിയ അഭയ കേന്ദ്രമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, രണ്ടാമത്തെ അഭയമേതറിയാ, രക്ഷാകേന്ദ്രമേതറിയാ? ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റാണ്. അല്ലാഹുവിന്റെ ദിക്ർ, എപ്പോഴും ദിക്ർ ചൊല്ലുക എന്നത് ഞങ്ങൾക്കത് കാവലാണ്. ദിക്റിന്റെ ഗുണമറിഞ്ഞ്, ദിക്റിന്റെ മണമറിഞ്ഞ്, ദിക്റിന്റെ മഹത്വം അറിഞ്ഞിട്ട് ഞാനെങ്ങാനും ചൊല്ലിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, അത് ഞങ്ങൾക്ക് വലിയ കാവലാണ്, ദുനിയാവിലും നാളെ ആഖിറത്തിലും. ഹബീബായ റസൂലുള്ളാഹി, ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് വിഷമത്തോടെ ബേജാറോടെ പറയുകയാണ്, പൊന്നാര നബിയേ, നിങ്ങളോടൊപ്പം യുദ്ധത്തിന് വേണ്ടി സംബന്ധിച്ച എന്റെ മോൻ തിരിച്ചു വന്നിട്ടില്ല നബിയേ.
യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലിതനായി വിജയത്തോടെ സന്തോഷത്തോടെ റാഹത്തോടെ നബിയെ നിങ്ങളും മറ്റുള്ള സഹാബികളും മടങ്ങിയല്ല, പക്ഷേ നിങ്ങളോടൊപ്പം യോദ്ധാവായിട്ട് വന്ന ദീനിന്റെ സഹായിയായി ഒരു നല്ലൊരു ദീനിന്റെ യോദ്ധാവായി നിങ്ങളെ കൂടെ യുദ്ധത്തിന് പുറപ്പെട്ട എന്റെ മോൻ ഇതുവരെ എത്തിയിട്ടില്ല നബിയേ, കാണാനില്ല നബിയേ. ഞാനാവുന്നതും സബറെടുത്തോ, ഞാൻ നല്ലോണം ക്ഷമിച്ച, പക്ഷെ ഓന്റെ ഉമ്മ എന്റെ കെട്ടിയോളെ അത് ഉമ്മയല്ല നബിയാ, അതിന്റെ ഹൃദയവേദന താങ്ങാൻ കഴിയുമോ നബിയാ? ഉറക്കമില്ല, ഊണില്ല, ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നോട് വല്ല നിർബന്ധം പിടിക്കുകയാണ് നബിയോട് പോയിട്ട് മേടിക്കാൻ. അതുകൊണ്ട് നബിയാ എന്റെ മോനെവിടെയാ? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അതേ ആ സഹാബിയുടെ മോനെവിടെ പോയിരിക്കുന്നു അറിയുമോ? ശത്രുക്കൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, കൈകാലുകൾ ബന്ധിപ്പിച്ച ശത്രുക്കളതാ ഒരു നിർജ്ജന സ്ഥലത്ത്, ഒരു ജനവാസമില്ലാത്ത സ്ഥലത്ത് അവരുടെ കേന്ദ്രത്തിൽ വെച്ചിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അയാൾക്ക് ഒരു നിലക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, അയാൾ മരണപ്പെട്ടിട്ടില്ല. മടങ്ങി വരുന്ന വഴിക്ക് ശത്രുക്കൾ പിടികൂടി അയാളെ ബന്ധസ്ഥനാക്കി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ബാപ്പയായ സഹാബിയോട് പറഞ്ഞു, പൊന്നുമോനെ വിഷമിക്കണ്ട, ബേജാറാവണ്ട, നിന്റെ മകൻ തിരിച്ചു വരും കേട്ടോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലിക്കോ. നിന്റെ മകൻ ഒരു രോമത്തിന് പോലും പോരലേൽക്കാതെ തിരിച്ചു വരും കേട്ടോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് ഭയങ്കരമായ ദിക്റാണ്, അത് വല്ലാത്ത ദിക്റാണ്, അത് സ്വർഗത്തിന്റെ നിധിയാണ്, അത് ഈ ഉമ്മത്തിന് അല്ലാഹു തന്ന ലേഹ്യമാണ്. എല്ലാ രോഗങ്ങൾക്കും മരുന്നായി, എല്ലാ ടെൻഷനുകൾക്കും പരിഹാരമായി, എല്ലാ പ്രയാസങ്ങൾക്കും സമാധാനമായി അല്ലാഹു ഈ ഉമ്മത്തിന് തന്ന ലേഹ്യമാണ്, മരുന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഫഇന്നഹു ദവാഉ ലിതസ്അ ദാ ഐസറുഹാ അൽഹമ്മു. അത് 99 രോഗങ്ങൾക്ക് മരുന്നാണ്, ഒരു രോഗത്തിന് മരുന്നല്ല. ഒരു രോഗം ആ മരുന്ന് കൊണ്ട് സുഖപ്പെടില്ല. അതേതാണ് ആ സുഖപ്പെടാത്ത രോഗം? അൽ മൗത്തോ, മരണമാണ്. 99 രോഗങ്ങൾക്ക് മരുന്നാണത്. പ്രയാസങ്ങൾക്ക്, ടെൻഷനുകൾ മാറാൻ, രോഗങ്ങൾ സുഖപ്പെടാൻ, സാമ്പത്തിക ബാധ്യത തീരാൻ, മുറാദ് ഹാസിലാകാൻ, മനസ്സിന്റെ ബേജാറ് മാറിക്കിട്ടാൻ, ദുആക്കുത്തരം ലഭിക്കാൻ, ഉദ്ദേശിച്ച കാര്യം അല്ലാഹു നിറവേറ്റി തരാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ആ ലേഹ്യം കണക്കില്ലാതെ കടിച്ചോ, എണ്ണം നോക്കാതെ തിന്നോ, പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെയുണ്ട്. ദിക്ർ വലിയ കാര്യമാണ്. നിങ്ങൾക്ക് സൗണ്ട് പ്രയാസാണ്, ആരെന്ത് പ്രയാസം ചെല്ലും നീ തൊട്ടണ്ട. നിങ്ങൾ ഒരു 2-3 ദിവസത്തിന് ക്ഷമിക്കോടെ തന്നെ. കാരണം ചില ആൾക്കാർ ബെർലിട്ട് തിരിക്കുന്ന കാണുന്നു, അത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈടെ ഇരിക്കുമ്പോൾ അറിയുന്നില്ല, പുറത്തേക്ക് നല്ല മാഷാ അല്ലാഹ് നല്ല ക്ലാരിറ്റി, നല്ല സൗണ്ട്. അല്ലാഹു തആല ഓപ്പറേറ്ററിനും അതിൻ്റെ അഹ്ലുകാർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. നല്ല ക്ലിയർ ആയിട്ട് ഞങ്ങളെ ലൈവ് സംവിധാനിച്ച ഞങ്ങളെ ചെറുക്കണം ഉസ്താദ് മാഷാ അല്ലാഹ് എല്ലായിടത്തും കാണുന്നു. പണ്ട് പഠിക്കുന്ന കാലത്ത് സുഹൃത്ത്, പക്ഷെ എപ്പം ഒരിക്കൽ കാണുന്നതുകൊണ്ട് പേരറിയുന്നില്ല. പ്രത്യേകിച്ച് ഉസ്താദുമാരാകുമ്പോൾ അങ്ങനെയും പേരറിയുന്നില്ല. ഉസ്താദേ ഉസ്താദ് എന്നല്ല വിളിക്കുന്നത്, പേര് ഏറ്റ് വിളിക്കുന്നില്ല. കാരണം അതല്ലേ, അത് അവിടുന്നല്ലേ ഞങ്ങൾ പഠിച്ചത്. ഇന്ന് മാപ്പിളുടെ പേര് ഓ വിളിക്കുന്നത്, ഉമ്മാന്റെ പേര് ഓനും വിളിക്കുന്നത്. പക്ഷെ ഞമ്മ അങ്ങനല്ല, ഞമ്മ ഉസ്താദെ എന്ന് വിളിക്കുന്നതുകൊണ്ട് പേരും അറിയുന്നില്ല. അള്ളാഹു ഉസ്താദിനും കുടുംബത്തിനും ഖൈറും ബർക്കത്തും നൽകട്ടെ. ചെയ്യുന്ന സേവനം അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ നിലക്കുള്ള പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഞങ്ങളിത് എല്ലാവരും അള്ളാഹു റാഹത്താക്കി തരട്ടെ. അപ്പൊ ആര് സൗണ്ട് എന്ത് വന്നിട്ട് ചെല്ലുകയും കുണുകുണു കുറെ ആളാക്കും. നീ ഒരു കുണുകുണും കേൾക്കണ്ട.
നമുക്ക് സൗണ്ടൊന്നും റാഹത്തായും അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ്. നമുക്ക് സന്തോഷാന്തിമ പറയണമല്ലോ. മാഷാ അല്ലാ, നല്ല 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 സൗണ്ട് മാഷാ അല്ലാ. ചില ആൾക്കാരെല്ലാം ഇങ്ങനെ കാതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എല്ലാവർക്കും കാണുമ്പോൾ നമുക്ക് ബേജാറാണ്. എന്നാലും പ്ലീസ് നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ അവിടെയൊക്കെ നിന്ന് ഓവറായിട്ടുണ്ടെങ്കിൽ ഒന്ന് സഹകരിച്ചോ. ഈന തൊട്ടണ്ട, ജീമം പോയി ഈന തൊട്ടണം. അത് നമുക്ക് മനസ്സിലാകുന്നില്ല, ഇവിടെ മനസ്സിലാകുന്നില്ല ഉസ്താദ്. ആടെ ഇരുന്നിട്ടാകുമ്പോൾ ചില ആൾക്കാർക്ക് കുറെ അടുത്തെല്ലാകുമ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ അൽഹംദുലില്ലാ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ചില ആൾക്കാർക്ക് കുറച്ച് സൗണ്ട് കൂടിയാൽ മതി, വലിയ പ്രശ്നമാണ്. ചില ആൾക്കാർ ഇങ്ങനെ അത് നമുക്ക് തിരിയണമെങ്കിൽ ഉസ്താദ് ഞമ്മൻ പോയിട്ടായിരിക്കണം, അപ്പൊ മനസ്സിലാവും. ഞാനും ഇതേപോലെ ഒരു സ്റ്റേജിലുണ്ടായി, നിറയെ ആളുണ്ട്. പക്ഷെ അവിടെ സൗണ്ട് ഈ ബാക്ക് മോണിറ്റർ തീരെ ക്ലിയർ ഇല്ല. എന്ത് പറയുന്നതെന്ന് ഞാൻ പറയുന്നത് എനക്കെന്നെ തിരിയില്ല, പിന്നല്ലേ ഇയാൾ പറഞ്ഞു തിരിയുന്നത്. അങ്ങനെ ഞാൻ എന്താക്കി അറിഞ്ഞ 2-3 ആൾ ഉസ്താദുമാരെ പ്രസംഗം കഴിഞ്ഞ് മഹാന്മാരെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ക്ലിയറിലേക്ക് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ അവിടെ പോയിട്ട് സൈഡിൽ അങ്ങനെ ഇരുന്ന് നമ്മളെ കണ്ടിട്ടാകുമ്പോൾ അവിടെ കസാല ഇട്ടിട്ട് തന്ന ആൾക്കാർ അലുസിങ് മീറ്റിരിക്കലിട്ട് ബഹുമാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് മീറ്റ് ഇരുന്ന ആൾ കേൾക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്ന് വേറെ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. അതിനെ ആൾക്ക് ബേജാറാവും. ക്ലിയറിലേക്ക് കേൾക്കുന്നുണ്ട് മാഷ, ഞാൻ ഈടെ ഇരുന്നോളാം. ആടെ ഇരുന്നിട്ടാകുമ്പോൾ എനിക്ക് തോന്നി ഈടെ തന്നെ ആയിപ്പോട്ടി. ഈട് നാടൊക്കെ പോകാനാണ് ഞാൻ കൊള്ളോല്ലോ നിറച്ചാക്കിന്. ഭയൊക്കെ ആടെ നീടക്ക് വരാൻ വേണ്ടിയിട്ട് കത്ത് നിറച്ചാക്കേണ്ടി വന്നു. ആരെങ്കിലും ഒരാളെന്നെ വിളിച്ചോണ്ട് പോയി നിങ്ങൾ നല്ല ഉണ്ടായില്ല. അങ്ങനെ ഏത് വരാറിഞ്ഞ എന്റെ കീശയിൽ കാറിന്റെ ചാവി ഉണ്ടായി, ഇത് ഇപ്പോഴും ഉണ്ടതാ. ഞാൻ എന്താക്കി അറിഞ്ഞ അറിയാണ്ട് ഈ മനുഷ്യന്മാർ ബെറലിടുന്നു. ഞാൻ എന്താക്കി കയ്യിൽ കിട്ടിയത് ചാവി, ഞാനും വെറുതെ ഇങ്ങനെ ഇട്ട് നോക്കി. അപ്പൊ എന്റെ അടുത്തൊരു വയസ്സനായൊരു മനുഷ്യനുണ്ട്. അയാൾ എന്നോട് ചെല്ലത്തറിയോ, ഉസ്താദെ നന്നം തിരിക്കട്ടെ സ്റ്റാർട്ടായി പോകും. അല്ല, അയാളൊരു തമാശ പറഞ്ഞാണ്. സംഗതി നേരം തന്നെ കൂടുതൽ സ്റ്റാർട്ടല്ല, ചിലപ്പോ സ്റ്റാർട്ട് ബന്ധുവാവും. കാത് അത് ഇഞ്ചിനല്ല, കണ്ടതെല്ലാം കേറ്റാൻ. അയാൾ തമാശ പറഞ്ഞെങ്കിലും സംഗതി നേരം തന്നെ. ഏത് പാട്ട്? അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. മഹാനായ സഹാബി നബിയോട് വന്നിട്ട് പരാതി പറഞ്ഞു, പരിഭവം പറഞ്ഞു, നബിയെ എന്റെ മോനെ കാണാനില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യില്ല, ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീ ചൊല്ലിക്കോ. ദുആ സുബ്ഹാനല്ലാഹ്. ഞാൻ ചുരുക്കട്ടെ, 1-2 ദിവസം കഴിഞ്ഞു ഒരു രാത്രിയുണ്ട് വാതിൽ മുട്ടുന്നു. ആ ചെറിയ ചെറ്റക്കുടിയില് ഈത്തപ്പന മട്ടൽ കൊണ്ട് മേഞ്ഞുണ്ടാക്കി ആ കുടിയിൽ വന്നിട്ട് ഒരാള് പാതിരാ നേരത്ത് മുട്ടുന്നത് കണ്ട് പാപ്പയും ഉമ്മയും കതക് തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പൊന്നാര മോനെ മുറ്റത്ത് നിൽക്കുന്നു. പാതിര നേരം വാ, വെറുതെ നിൽക്കണതല്ല, കൈ നിറയെ സമ്പത്തുമുണ്ട്. സമ്പത്ത് ദീനാറല്ല, ദിർഹമല്ല, നോട്ടല്ല, 500 അല്ല, 1000 പിന്നെയാ കയറിൽ ബന്ധിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികള് 1 2 3 4 5 6 ആട്ടിൻകൂട്ടങ്ങള് കയ്യിലുണ്ട്. അതും പിടിച്ചിട്ടാണ് ഈ ബാപ്പ ഇങ്ങനെ നിൽക്കുന്നത്, ഈ മോന് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. കാണാതായ മോനെ പെട്ടെന്ന് പാതിരാ നേരത്ത് കണ്ടുകിട്ടിയപ്പോ ബാപ്പാന്റെ കൽബ് നിറഞ്ഞു, ഉമ്മ കോർത്തു പിടിച്ചോ, മനം നിറഞ്ഞു. ഉമ്മാക്ക് സമാധാനമായി. എന്റെ മോൻ എവിടെയായിരുന്നു, എന്റെ കുഞ്ഞെവിടെയായിരുന്നു എന്നെല്ലാം ചോദിച്ചിട്ട് മോനെ അതാ കൊണ്ടുപോയി വീട്ടിലിരുത്തുകയാണ്. അതിന്റെ ഇടയിലാണ് ഇവിടെ കുറെ ആട്ടിൻകുട്ടികളെ കാണുന്നത്. കയറ് ബന്ധിപ്പിച്ച് മകനതാ കയറിന്റെ തുമ്പും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ബാപ്പ ചോദിച്ചു, ഉമ്മ ചോദിച്ചു, മോനെ ഇത് എവിടെന്നാണ്, ഇതാരതാണ്? പോകുമ്പോ ഞങ്ങളെ വീട്ടിൽ ആടില്ലായിരുന്നോ, നിന്റെ കയ്യിൽ ഒന്നുമേ ഇല്ലായിരുന്നോ. ഇതിപ്പോ യുദ്ധം കഴിഞ്ഞിട്ട് നീ 4 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ നിന്റെ കയ്യിൽ ഇത് എവിടെന്നാണ്? ആട്ടിൻ പറ്റങ്ങള്, ആട്ടുകൂട്ടങ്ങള്. ഇതാരതാണ് എന്ന് ചോദിച്ച നേരത്ത് ആ പൊന്നാര മോന് സഹാബി പറഞ്ഞു, പപ്പാ ഇത് വരുന്ന വഴിക്ക് ഞാൻ ശത്രുക്കളത് അയച്ചു കൊണ്ടുവന്നയാണ്. ശത്രുക്കളതാ മദ്യം കുടിച്ച് അവറങ്ങ് ലഹരിക്കടിമയായി, അവറങ്ങ് മത്തുബാധിച്ച് മതോന്മുത്തരായി, അവറങ്ങനെ വറക്കിലാണ്, ബോധമില്ലാതെ കിടക്കുന്നു. അതിന്റെ ഇടയിൽ ഞാനുമല്ലേ അവിടുന്നതാ പിന്നെ ഔട്ടായി. ഞാൻ അവിടെ നിന്നുമല്ല രക്ഷപ്പെട്ടോ. ആ വരുന്ന വഴിക്ക് കയ്യിൽ കിട്ടിയത് എന്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ 2-3 ആട്ടിൻ പറ്റങ്ങളെ കൊണ്ടുവന്നു. രക്ഷപ്പെടുകയല്ലേ, ഏതായാലും ശത്രുക്കളതല്ലേ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞപ്പോ ദീനുള്ള ബാപ്പ, ഈമാനുള്ള ഉമ്മ ആ മോനോട് പറഞ്ഞെന്തറിയോ, പൊന്നു മോനെ ഇത് ഞങ്ങളതല്ല, അതുകൊണ്ടത് ഞങ്ങൾക്ക് വേണ്ട, നീ മാത്രം മതി. ഇപ്പോഴാണ് ഞങ്ങളെ ബാപ്പാനെ കൊണ്ടൊരു സ്റ്റേജിൽ ഇരുത്തേണ്ടിയത്.
ഞമ്മളെ വാപ്പങ്ങാനും ഞങ്ങളെ മോനെ ഏടന്നും ഒരു ഐഫോൺ വീണ്ടും കിട്ടിയത് കൊണ്ടെന്ന് എന്ത് ചെയ്യുന്നേ? മോനെ ഞങ്ങളതല്ല, നീനെ കൊണ്ടേറ്റ് കിട്ടിയെടുത്തന്നെ വെച്ചിരുന്ന സിമ്മ മാറ്റിയിട്ട് പുതിയത് ഇടും, അല്ലെങ്കിൽ ഇപ്പൊ OTP വരും. സിമ്മ് മാറ്റി ഇടും. ഉമ്മാവ് അങ്ങനെ. അന്യവന്റെ ഹക്ക് നിന്റെ കയ്യിൽ പെട്ടുപോയാൽ അതൊരു ഈർക്കല് കഷ്ടമാണെങ്കിലും ശരി, അന്യവന്റേത് വേണ്ട, പൊരുത്തമില്ലാത്തത് വേണ്ട, അനധികൃതമായിട്ടൊന്നുമേ വേണ്ട. അത് ഭക്ഷണമായാലും പാനീയമായാലും എന്ത് തന്നെയായാലും അത് നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ബാപ്പ പറഞ്ഞു, മോനെ ഇത് ഞങ്ങളതല്ല. ഏതു പാട്ട്? ഉമ്മ പറഞ്ഞു ഏതായാലും മോന് കേറ്, അതവിടെ ഇരുന്നോട്ട്. ബാപ്പയും പറഞ്ഞു ഇരുന്നോ, ഇവിടെ കിടന്നോ, നമുക്ക് ഏതായാലും രാവിലെ റസൂലുള്ളയോട് പറയാം, സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന് ഞങ്ങൾ പോകുമല്ലോ, അന്നേരത്തെ നബിയോട് പറയാം. ചുരുക്കട്ടെ, സുബഹിന്റെ ബാങ്ക് കേട്ട നേരം അതാ ബാപ്പയും മോനും പള്ളിയിലേക്ക് ഓടുന്നു. അവരെ നിസ്കാരം പള്ളിയിലല്ലാതെ ഇല്ല. പള്ളിയിലെത്തി, ഹബീബായ നബി തങ്ങളെ കണ്ടു, സന്തോഷമായി. അപ്പോഴാണ് ബാപ്പ മസല ചോദിക്കുന്നത്, നബിയേ എന്റെ മോന് വന്നിരിക്കുന്നു, നബിയേ നിങ്ങളെ കൂടെ പടയാളിയായി, പട്ടാളക്കാരനായി, യോദ്ധാവായി ഈ ദീനിന് വേണ്ടി പടക്കളത്തിൽ അടരാടാൻ അവിടത്തോടൊപ്പം ചേർന്ന് വന്ന എന്റെ മോൻ ഇന്നതാ സന്തോഷത്തോട് തിരിച്ചു വന്നിരിക്കുകയാ നബിയേ. അതേ നബിയേ, വരുന്ന വഴിക്ക് 1, 2, 3 ആട്ടിൻ പറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശത്രുക്കളതാണ്, അവരറിയാതെ കൊണ്ടുവന്നതാണ്. അത് അനുവദനീയമാണോ നബിയേ? അത് നമുക്ക് ഹലാലാണോ നബിയേ? ഹബീബായ റസൂലുള്ള പറഞ്ഞു, അത് അനുവദനീയമാണ്, ഹലാലാണ്. എന്തുകൊണ്ട്? അത് ശത്രുവിൻ്റെതല്ല, അത് ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതാണ്, ഞങ്ങളിൽ നിന്ന് അക്കാരണമായ അക്രമമായി കയ്യിലാക്കിയ സാധനമാണ്. അത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടി എന്ന് മനസ്സിലാക്കിയാൽ മതി. കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾ ഉപയോഗിച്ചോളൂ. ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞു വന്നത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ദിക്ർ ചൊല്ലിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നപ്പോ കളഞ്ഞുപോയ മോനെ അല്ലാഹു തിരിച്ചു കൊടുത്തു, കൈ നിറയെ സമ്പത്തും കൊടുത്തു. അതാണ് ദിക്റുല്ലാഹ്. ബിദിക്രില്ലാഹി തൻമഹിഖുദ്ദുനൂബ വതൻഫതിഹുൽ ബസായിറു വൽ ഖുലൂബ വദിക്റുല്ലാഹി അഫ്ളലു കുല്ലി ഷൈഇൻ കദാ ഖാലൽ ഹബീബു വല്ലീലാഹു. ദിക്ർ കൊണ്ട് എല്ലാം കരസ്ഥമാക്കാം. ദിക്റാണ് രണ്ടാമത്തെ ഞങ്ങളെ കാവല്. ഒന്നാമത്തെ കാവല് പള്ളികളാണ്, രണ്ടാമത്തെ കാവല് ദിക്റാണ്, മൂന്നാമത്തെ കാവല് ഖുർആൻ പാരായണമാണ്. ഖുർആൻ പാരായണം നല്ലോണം ഓതും. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ റമളാൻ മാസം വരുന്നു, ഏതായാലും ഖുർആന്റെ മാസം തന്നെയാണ്, നല്ലോണം പതിവാക്കണം. അത് റമളാന്റെ ഫസ്റ്റ് മാത്രമല്ല, നാളെ വിഷയം ഖുർആനും റമളാനുമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി അവിടെ നിന്ന് പറയും. ഏതുവാകട്ടെ, റമളാൻ മാസം വരുമ്പോ നമുക്കൊരു സ്വഭാവമുണ്ട്. ആ റമളാൻ ഫസ്റ്റിൽ ഒരു 3 ദിവസം ഭയങ്കര നമ്മളെ ബാറ്ററി ഫുള്ളായിട്ട് മറിയുന്നുണ്ടാവും. പള്ളിൻ്റെ ഉള്ളിൽ എന്താണ്, എന്ത് ഓത്ത്, എന്ത് ബൈത്ത്. ചില പള്ളിയിലെല്ലാം പോയി കാണണം. കാലിയാർച്ച മാസം കണ്ടെന്ന് പറഞ്ഞെങ്കിൽ സുബ്ഹാനല്ലാഹ് പാഞ്ഞു കീറി ചെരിപ്പൂരാന് വരെ മറക്കുന്നു പാലക്കാർക്ക്. ഞങ്ങളെ പെണ്ണുങ്ങളും അങ്ങനെ. അന്ന് മുസല്ല കൊട്ടിക്കൊടഞ്ഞ് ആട്ടിപ്പിടിച്ച് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 നാക്ക് മടക്കുന്നേ ഇല്ല. അതങ്ങനെ തന്നെ ഉണ്ടാവും. 4ന്റെ അന്ന് ഗോവിന്ദ. ഞമ്മള് ചെറുക്കം നോക്കി റമളാൻ ഫസ്റ്റ് നിങ്ങൾ നോക്കായി ടൈമായി 15 ദിവസമുള്ള. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റൊന്ന് കാണാ. 1.5 മാസം കാക്കണ്ട, 15 ദിവസമുള്ള. പള്ളിയിൽ കയറി നോക്കും. മറ്റൊന്ന് റമളാൻ 1ന്റെ അന്ന് ഓരോരുത്തന്റെ കയ്യിൽ 2 മുസാഫ് ഉണ്ടാവും. 3 കൊല്ലായി ഉസ്താദ് ഓതുന്ന മുസാഫ്, 4 കൊല്ലായി അയാൾ ഓതുന്ന മുസാഫ് അവന്റെ കയ്യിലുണ്ടാവും. നിങ്ങൾ അവനോട് കേക്ക് വേണമെങ്കിൽ എന്താ 2 മുസാഫ്? അത് ഒന്നിൽ അൽ ബഖറ ഓതണോ, പിന്നെ അതിൽ ആൽ ഇമ്രാൻ ഓതണോ? എന്റെ ഇത് 2 ഒന്നിലില്ലേ? ഇത് 2 ഒന്നിലില്ലേ? 2 ഓതാൻ 2 മുസാഫ് വേണം. 2 ഒന്നിലില്ലാഞ്ഞിട്ടല്ല, ഓന്റെ ഈമാൻ ഫുള്ളായത്. ആയിക്കോട്ടെ,
നല്ല കാര്യം തന്നെ. പക്ഷെ അതിന്റെ 4 ഈമാനത്തെ ലോ ആയേ, നിന്നെ കണ്ടയില്ലല്ലോ. 4 നീ പള്ളിയിലില്ല, അവന്റെ കയ്യിൽ മുസാഫില്ല. 5 അവൻ പള്ളിയിലില്ല. 6 പിന്നെ 17ഓളം ബദരീങ്ങളെ ആണ്ടിന്റെ കാലത്തോളം നോമ്പേ ഇല്ല. പിന്നെ കണ്ടത് ബദരീങ്ങളെ ആണ്ടിന്റെ ക്ഷീരണി മേങ്ങാൻ. എവിടെ പോയടോ നിന്റെ ഈമാൻ? ഞങ്ങളെ ഉമ്മാമങ്ങനല്ലേ അല്ലേ? റമളാൻ മാസം കണ്ടിട്ടാകുമ്പോ TV ബന്ദ്, മൊബൈല് ബന്ദ്. അന്ന് അംബാനിന്റെ MB GB കണക്ക് ബാക്കി ഉണ്ടെന്ന് നോക്കിയാല. ഒന്നിന് റമളാൻ ഒന്നിന് തൊടുമ്പോ ഷോക്കടിച്ച പോലാക്കും. റമളാൻ പിറ്റേന്ന് ഉള്ള MB കാലി വയ്യ. 19 റുപ്യന്റെ ബാരൻ റീചാർജ് ആക്കുന്നത്. ഇനിയും ഉണ്ട് അരമണിക്കൂർ, ടൈം പാസ് ആകുന്നില്ല. നോമ്പറക്കാൻ ഇനിയും അരമണിക്കൂർ ബാക്കിയുണ്ട്, ടൈം പാസ് ആകുന്നില്ല. 19 റുപ്യ റീചാർജ് ആക്കിയത് 1 GB കിട്ടുന്നു. നിങ്ങളെ കഥയല്ല, നിങ്ങളെ വിഷയം പറഞ്ഞല്ല. നിങ്ങൾ ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ തന്നെയാണ്. ഞങ്ങളെ ഉമ്മാമ ടിവിയെ അതിന്റെ കേബിൾ ഊരല്ലില്ല. റമളാൻ 1 അതിന്റെ കേബിൾ വലിച്ചു ഊരാൻ പറഞ്ഞ മരുമോളോട്. മരുമോൾ ഇത് ഊരിറ്റും വലിച്ചിട്ടും വരുന്നില്ല. എന്തേ? ഇത് 1.5 കൊല്ലം 1 കൊല്ലം ഫുള്ള് ഓടിയതല്ലേ, ഉപ്പ് പിടിച്ചിനാട്. ഇത് ജാമായി. അവസാനം മാമാക്ക് ചൂടായിട്ട്, ഈമാൻ ചൂടായിട്ട്, ഈമാന്റെ പവറിൽ ഒരിക്കൽ ഊരിറുമോളെ മാസം കണ്ട് തക്ബീർ കേൾക്കുന്നില്ലേ, ഒരിക്കൽ ഊരിറിന്ന് അങ്ങനെ അവസാനം മരുമോള് ഒറ്റ ഊരല് സ്വിച്ച് ബോർഡ് അടക്കം വന്നു. ഇപ്പോ ഈമാന്റെ പവർ ആയിക്കോട്ടെ. എന്നിട്ട് ഈ സ്വിച്ച് ബോർഡ് അടക്കം വന്ന്, എന്നിട്ട് മാമ 8 പറഞ്ഞെന്തറിഞ്ഞ മോളെ ആ 8:30 മണിക്കൊക്കെ കുത്തിയിറുന്നു. അപ്പോഴാണ് മറ്റേ ജഗന്നാഥന്റെ സീരിയലുള്ളത്. ഇതെന്താ പൊരിച്ചിട്ടെടുത്ത് നിനക്ക് ഇത് 8 എന്താ ഈമാൻ എന്തായി? അതെ അങ്ങനെ ഞങ്ങൾ ഈമാൻ അങ്ങനെ ടൈം ടു ടൈം, അതിനൊരു ഗ്യാരണ്ടി ഇല്ല. ചൈന മോഡല് ഞങ്ങൾ ഈമാൻ. ഇപ്പൊ എല്ലാം ചൈന തന്നെ, ഈമാനും ചൈന. മംഗലത്തിന്റെ പന്തല് 11:30 മണിയോളം എന്ത് ഈമാനും, ദിക്റും കാലിയും തങ്ങളും ഉസ്താദും ഖത്തീബും ഭയങ്കരം. ഓന്റെ പുതിയ ആപ്പിള വന്നതാ ഈസാ നബി വരും പോലെ, കോട്ടും ഷർവാനിയെല്ലാം ഇട്ടിട്ട്. അവന്റെ ബാക്കുന്ന അവന്റെ ബാപ്പ മഹദീമാൻ വന്ന പോലെ. കണ്ടില്ലേ എന്ത് ഈമാന്? ഒരു ഭാഗത്ത് ദഫ്, ഒരു ഭാഗത്ത് മജ്ലിസുന്നൂർ, ഒരു ഭാഗത്ത് റാത്തീബ്. 10-11 മണിവാണ് ജഗ പോക ഈമാന്റെ കട്ട. മംഗലത്തിന്റെ പന്തലിന്റെ ഉള്ളില് നോക്ക 1:30 മണിക്ക് ബയിച്ചിട്ട് അതിന്റെ ശേഷം DJ ഡാൻസ്, കൊല്ലം ഷാപ്പിന്റെ പാട്ട്, പിന്നെ ഹനി റോസിന്റെ ഡാൻസ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നാളെ കേസാവെന്ന് അറിയാല. ആ ചാക്കോച്ചന്റെ കേസാക്കി ഞമ്മളത് പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല എല്ലാം ഉണ്ടാടെ. എവിടെ പോയി നിന്റെ ഈ 11:30 മണിയുള്ള ഈമാൻ? എവിടെ പോയി? എന്താ എന്റെ പിന്നെ ഈമാൻ വേണ്ടേ? അല്ല ഉസ്താദ് കാലിയെല്ലാം പോയല്ലേ, പോയെങ്ങനെ നീ എന്റെ കബറിലൊക്കെ വന്നാ അതിന്റെ അപ്പുറം ഈമാന് വേണ്ടേ? എവിടെ പോയി ഈമാന്? എവിടെ പോയി 2-3 റമളാൻ ഉണ്ടായ ഈമാൻ? ഇപ്പൊ എന്തീ കാണുന്നില്ല. ഇപ്പൊ പള്ളി ഉദ്ഘാടനം ഇന്നത്ര ആളുടെ പള്ളിയില്. ചിലയിടത്തെല്ലാം പള്ളി കെട്ടിനെന്ന് പറഞ്ഞാൽ മയ്യത്തോണ്ടിരൊക്കെ പള്ളിയിൽ ആളെ ഇല്ല, മരിച്ച മണലേക്ക് വെക്കുന്ന അത്ര മയ്യത്തോണ്ടിരൊക്കാൻ പള്ളി. പണ്ട് ഗ്രൗണ്ടിൽ ബാല്യക്കാർ കളിക്കുന്നുണ്ടായിരുന്നല്ലോ പുള്ളന്മാരെ. അങ്ങനെ ഇങ്ങനെ ഓവർ ഇടുമ്പോ പള്ളിയിൽ നിന്ന് മുക്കിരിക്ക ബാങ്ക് കൊടുത്തു. അല്ലാഹു അക്ബർ മാര് ബാങ്ക് കൊടുത്തു. അപ്പൊ ഈ ചെക്കൻ പോയിട്ട് എന്തൊക്കെ അറിഞ്ഞ ബൗളിങ്ങിന്റെ ക്യാപ്റ്റൻ അവൻ പോയിട്ട് മിഡിൽ സ്റ്റംപ് ഊരി ബാങ്ക് കൊടുത്തല്ലേ. അങ്ങനെ ഊരിട്ട് ഇപ്പുറം വന്നു. അപ്പൊ കണ്ട ഒരു വയസ്സം വിചാരിച്ച ബാങ്ക് കൊടുത്തോണ്ട് പുള്ളന്മാർ കളി നിർത്തിയാന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പുറം വന്നിട്ട് ബൈക്ക് ഇയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമ്പോ ഈ ഊരിയോൻ എന്നെ കൊണ്ടിട്ട് ബൈക്ക് കുത്തുന്നാണ് ആദ്യം. അപ്പൊ ഈ കാക്ക കേട്ടല്ലോ, ചങ്ങായ ബാങ്ക് കൊടുത്തത് കളി നിപ്പിക്കാനെ നിസ്കരിക്കുന്നല്ല. എങ്ങനെയുണ്ട്? തൽക്കാലം ഒരു 5 മിനിറ്റിന് കളി നിപ്പിക്കാനാണ് ബാങ്ക് കൊടുത്തിന് മുക്രിക്ക. ഈനാണ് ഇയാൾക്ക് 20,000 രൂപ ശമ്പളം കൊടുക്കുന്നിടെ. ഓന്റെ കളി നിപ്പിക്കാൻ ഞങ്ങളുടെ ബാങ്ക് കൊടുക്കുന്നത് എന്ന പോലെ ചിലയിടത്തൊക്കെ പള്ളി മയ്യത്ത് വെക്കാൻ. അതിന് മയ്യത്ത് പള്ളി വെക്ക പള്ളി എന്നാണെന്നുണ്ട്. മയ്യത്ത് എവിടെയും വെക്കാലോ. നല്ല വിശാലമായ സ്ഥലമുണ്ടെങ്കിൽ ഞങ്ങളെ മണ്ണ്, ആരുടെ മണ്ണ് എവിടെയുമാകാം. അതിന് പള്ളി തന്നെ വേണമെന്നില്ല. പള്ളി എന്നത് നിസ്കരിക്കാനാണ്. അത് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അത് കേവലം അങ്ങനെ മനോഹരമാക്കിയാ പോരാ, അതിന് നല്ല AC ഫിറ്റാക്കിയിട്ട് ജയിലാക്കിയാ പോരാ. നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നാട്ടുകാർക്ക് വലിയ ഹിസാബുണ്ട്. നിങ്ങളെ പേടിപ്പിക്കുന്നയല്ല, നിങ്ങൾ ചെയ്ത സേവനത്തെ ചെറുതാക്കുന്നയല്ല. എന്നാലും ഇത് നിങ്ങളുടെയും എന്റെയും ഉത്തരവാദിത്വമാണ്. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരത്തുള്ള
ആണുങ്ങൾക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. പള്ളിയുടെ പരിസരത്തുള്ള ആണുങ്ങള്, പള്ളിയുടെ ബാങ്ക് കേൾക്കുന്ന ആണുങ്ങള്, അവർക്ക് പള്ളിയിലല്ലാതെ നിസ്കരിക്കാൻ പറ്റില്ല. അവരെ നിസ്കാരം പള്ളിയിലാണ്, അവരെ നിസ്കാരത്തിന്റെ പൂർണ്ണത പള്ളിയിലാണ്, അവരെ നിസ്കാരത്തിന്റെ കമാലിയത്ത് സിഹത്ത് പള്ളിയിലാണ്. ഇത് മഹാന്മാർ പഠിപ്പിച്ചതാണ്. പെണ്ണുങ്ങളോ, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലി അവരെ വീട്ടിലാണ്. ഞങ്ങളെ പുത്തൻവാദികള്, നൂതനവാദികള് എന്തും പറയട്ടെ, ഞാൻ വിഭാഗീയത പറയുന്നതല്ല, പാർട്ടി പറയുന്നതല്ല, അത് പിന്നെ സംഘടന പറയുന്നതല്ല. പുത്തൻവാദികൾ എന്തു പറഞ്ഞാലും, അവരെന്ത് കുറ്റപ്പെടുത്തിയാലും ആരോപിച്ചാലും പഴഞ്ചനാണെന്ന് പറഞ്ഞാലും, നബി തങ്ങളെ കാലത്ത് പോലും വ്യാപകമായി ആണുങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോ പെണ്ണുങ്ങൾ പള്ളിക്ക് പോകുന്ന ഏർപ്പാടില്ല, പോയിട്ടില്ല. അവിടെ പെട്ടുപോയ സമയത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അവിടെ പെട്ടുപോയ നേരത്തെ നബി തങ്ങളെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്, പെട്ടുപോയ നേരത്തെ സഹാബത്തിന്റെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഹജ്ജിന് പോയെങ്കിൽ അവിടെ ളുഹർ ബാങ്കാകുമ്പോ പള്ളിയിൽ പെണ്ണുങ്ങളും ആണുങ്ങളും നിസ്കരിക്കുന്നില്ലേ ഹറമില്? അത് പെട്ടുപോയതാണ്, അത് വ്യാപകമാകാനുള്ള നിയമമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി പെണ്ണ് വന്നിട്ട് ഉമ്മു ഹുമൈദിനി സാഇദി, നല്ല പോലെ ചരിത്രം കേൾക്കണോ, ഞങ്ങളെ വല്ലക്കാറ് കേൾക്കണോ. നിങ്ങളെയാണ് ചില ആൾക്കാർ നാമധാരികൾ തലതിന്നുന്നത്, ചില എക്സ് മുസ്ലിംസും അതുപോലെ തന്നെ യുക്തിവാദികളും മതമില്ലാത്തവരും പുത്തൻവാദികളുമെല്ലാം ഈമാനെ വെടക്കാക്കുന്നത് ഞങ്ങളെ ബാല്യക്കാരതാണ്. വയസ്സന്മാരെ മുമ്പിൽ അവരെ വേളവേകുന്നില്ല, അലിമീങ്ങളെ മുമ്പിൽ അവർക്ക് കളിച്ചു പിടിക്കുന്നില്ല. അവർ പിന്നെ വരുന്നത് അറിവ് കുറഞ്ഞ നല്ലവരായ ഈമാനുള്ളവരായ ബാല്യക്കാരെ മുമ്പിലാണ്. നിങ്ങളിത് പഠിച്ചു വെച്ചോ. ഹബീബായ നബി തങ്ങളോട് വന്നിട്ട് ഒരവസരം ചോദിക്കുകയാണ്, പൊന്നാര നബിയേ, ഞാനും പള്ളിക്ക് വരട്ടാ? എന്തിന് ഉള്ളിവജ ഉണ്ടാക്കാനല്ല, എന്തിന് അങ്ങയോടൊപ്പം നിസ്കരിക്കാൻ, അവിടത്തോടൊപ്പം ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കരിക്കാൻ ഞാനും വരട്ടെ. പെണ്ണും നബി തങ്ങളോട് കേട്ട്, ആരാ ഇമാമ്? ആരാ ഇമാമ്? ഹബീബുൽ വറാ റസൂലുള്ളാഹ്. ആരാ സഹാബത്ത്? നമ്മളെ പോലെ ഈമാൻ ഇസ്ലാം ഇല്ലാത്തവരല്ല, ലോകം കണ്ട ഏറ്റവും വലിയ ഈമാനിന്റെ അഹ്ലുകാരായ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളാൻ. പരിശുദ്ധ ഖുർആൻ വാഴ്ത്തി പറഞ്ഞ നബിമാർ കഴിഞ്ഞാൽ പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയ നല്ലവരായ ഔലിയാക്കളായ മുഅ്മിനീങ്ങളായ സഹാബത്തുൽ കിറാമാണ് മഅ്മൂമീങ്ങള്. അബൂബക്കർ സിദ്ദീഖാണ്, ഉമർ ഖത്താബാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്, അലിയാർ തങ്ങളാണ്, സഅദ് ഇബ്നു അബീ വഖാസാണ്, മുആദ് ഇബ്നു ജബലാണ്, അബൂ ഹുറൈറ തങ്ങളാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ്. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരായ ആണുങ്ങള് നമ്മളെ പോലോത്തെ പൊട്ടിത്തെറിച്ചവരല്ല. ഇമാമാണെങ്കിലോ ലോകത്തിന്റെ നായകർ മുസ്തഫായ റസൂലുള്ളാഹ്. പള്ളിയത് ഏത് പള്ളിക്ക് പറ്റുന്ന കേട്ടെ? പൊടിപ്പള്ളം പള്ളിക്കല്ല, മാലിക് ദീനാർ പള്ളിക്കല്ല, മക്കത്തെ പള്ളി, പരിശുദ്ധമായ മസ്ജിദുൽ ഹറം. അവിടത്തെ 2 റക്അത്ത് നിസ്കാരത്തിന് ലക്ഷങ്ങളുടെ റക്അത്തിന്റെ പ്രതിഫലമുണ്ട്. ഞങ്ങൾ ഈ പള്ളിയിൽ 2 ലക്ഷം റക്അത്ത് നിസ്കരിക്കുന്നതും മക്കത്തെ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നതും കൂലിയിൽ ഒരുപോലെ. അതാണ് മക്കത്തെ പള്ളി, ചെറിയ പള്ളിയല്ല. ഉമ്മമാർ കേൾക്കണോ ഇത്? അവർക്കൊരു വിഷമുണ്ടാവും ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ. മാഷാ അല്ലാഹ്, ഇത്ര നല്ല പള്ളി, ഞങ്ങളുടെ നാട്ടിലെ പള്ളി, എല്ലാം കൊടുത്തു, ആന്ന് കൊടുത്തു, പൊന്നു കൊടുത്തു, മോതിരം കൊടുത്തു, സഹായിച്ചെല്ലാക്കി, എന്നാലും ഒരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ചാൻസ് ഇല്ലല്ലേ എന്നൊരു ബേജാറ് ചിലപ്പോൾ ഉണ്ടാവാം. പറയാൻ പറ്റില്ല. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എങ്ങനെയും ഉണ്ടാവും. ലേറ്റസ്റ്റ് പെണ്ണുങ്ങൾ, മോഡേണിസ്റ്റ് പെണ്ണുങ്ങൾ, നോക്കാൻ അവസരം തന്നെങ്കിൽ പിന്നെ നിസ്കരിക്കാൻ എന്തേ തന്നെങ്കിലും ചോദിക്കുന്നവരും ഉണ്ടാവും. ഇപ്പൊ നോക്കാൻ കൊടുത്തത് ബുദ്ധിമുട്ടായി.
നോക്കുന്നതിന് കൂലിയുണ്ട്, അത് വേറെ വിഷയം. എന്തേ നിങ്ങൾ പള്ളിക്ക് വരണ്ടല്ലേ? നിങ്ങൾ വന്നെങ്കിൽ കൊബള് വാറുന്നില്ല, നിങ്ങൾ വന്നെങ്കിൽ മിനാരം തെറിക്കാല, നിങ്ങൾ വന്നെങ്കിൽ കറണ്ട് ബില്ല് കൂടാല, നിങ്ങൾ വന്നെങ്കിൽ ഹൗദിന്റെ വെള്ളം കാലിയാവേല, നിങ്ങൾ വന്നെങ്കിൽ ആടെ മുസല്ലൊന്നും കീറല. പിന്നെ എന്റെ പള്ളിക്ക് വന്ന പറഞ്ഞേ അത് കാര്യമുണ്ട്. നല്ല വളായ നിങ്ങൾ വന്നിട്ട് നിസ്കരിക്കാൻ വന്നെങ്കിൽ നിങ്ങളെ ബാക്കുന്ന മുന്നെന്നാ വന്ന ഞാൻ ഇമാമ് സലാം വീട്ടി പിന്നെ പള്ളി പുറത്തു പോകാല. ഓ മാത്രല്ല പൊടിപ്പള്ളത്തി ഇന്നോളം പള്ളിക്ക് വരാത്ത വല്ലക്കാരോ നാളെ വരും. നമ്മളെ കഞ്ചൂബിയും ആയിഷാവും സൽമാവും എന്റെ ഉമ്മാവും എന്റെ ഓളും പള്ളിക്ക് വരുന്ന പറഞ്ഞെങ്കിൽ നിസ്കരിക്കാൻ വരും. വരല്ലേ സുജൂദിന്റെ സ്ഥാനത്തേക്ക് എന്നെ നോക്കണമെന്ന് പറഞ്ഞിനി ആ മസല ഓ മറന്നിട്ടേ പോ, ഓ ഇടക്കെല്ലാം നോക്കിയോ, അത് ചിരിക്കാൻ പറയുന്നതല്ല. അപ്പൊ അതുകൊണ്ടല്ല പറഞ്ഞു നീ നല്ലവളാണ്, നീ നല്ലവളാണ്. അൽ മർഅതു സ്വാലിഹ വ ഖൈറു മതാഇഹ അൽ മർഅതു സ്വാലിഹ. നീ നല്ലവളാണ്, നീ അഭിമാനമുള്ളവളാണ്. നിന്നെ കൊണ്ടൊരു ഫിത്ന ലോകത്തുണ്ടാവരുത്, നിന്നെ കൊണ്ട് ഒരാളെ നാശത്തിലേക്ക് പോകരുത്, നിന്നെ കൊണ്ട് ഒരാളെ ഈമാന് ബടക്കാവരുത്, നിന്നെ കൊണ്ട് ഒരാളെ ഈമാന് തെറ്റിപ്പോകരുത്, നിന്നെ കൊണ്ട് ഒരാളെ ഇബാദത്ത് ബാത്തിലാകരുത്, ബടക്കാവരുത്. ഇത് മനസ്സിലാക്കിയ റബ്ബ് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ വേണ്ട, പള്ളിയിലുള്ള എല്ലാ കൂലിയും നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുണ്ട്. ആര് വന്നിട്ട് റസൂലുള്ളാഹി കേട്ടെ? ആര്? ആ പെണ്ണിന്റെ പേരെന്ത്? ക്യാ ഹേ? നിങ്ങൾ ഈ വായ് വളർന്ന് നോക്കുന്നു? ഞാൻ പിന്നെ ഇത്ര നേരം ആയിരിക്കും തൊണ്ട കീറിയ ഇതിങ്ങനെ വായ് വളർന്ന് കേൾക്കാൻ. ഇത് പാട്ടല്ല, ഇത് പാട്ടല്ല, ഇത് സ്വർഗത്തിന്റെ തോപ്പായത് പാട്ട് പാടുന്നത് കൊണ്ടല്ല, ഇത് ഇൽമിന്റെ മജ്ലിസാണ്. ഇൽമെന്ന് പറഞ്ഞാൽ ഇൽമെന്ന് പറഞ്ഞാൽ അത് അമല് ചെയ്യാനുള്ളതാണ്, അത് പഠിക്കാനുള്ളതാണ്, പകർത്താനുള്ളതാണ്, അത് ഓർത്തുവെക്കാനുള്ളതാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. മനസ്സിലാന്ന? നിങ്ങൾക്ക് മനസ്സിലാന്ന? മഹദി ഉമ്മു ഉമൈദിനി സാഇദി റളിയല്ലാഹു അൻഹ, ഞങ്ങളെ പൊന്നുമോൾ ആ പേര് പഠിച്ചോളൂ. എന്നെ പോലത്തെ നല്ല പെണ്ണ. ഞാന് മംഗളത്തിന് പോട്ടാ, മൈലാഞ്ചിക്ക് പോട്ടാ, ഞാൻ മേക്കപ്പ് ഇടട്ടാ, ലിപ്റ്റിക് ഇട്ടിട്ട് ചുറ്റട്ടാ നല്ല കേട്ടെ. പൊന്നാര നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ പള്ളിക്ക് വരട്ടെ നബിയെ, നിങ്ങളെ കൂടെ നിസ്കരിക്കാൻ. ആര്? ഇമാമ് റസൂലുള്ളാഹി. നമ്മളെ പോലത്തെ ചപ്പടാസല്ല. മാമുമാര് സൈഡിലും മുന്നിലും പിന്നിലും ഇടത് ലെഫ്റ്റ് റൈറ്റ് നീച്ചെ പീച്ചെ എല്ലാം ഉള്ളതാര്? സഹാബത്തുൽ കിറാം. അപ്പൊ പിന്നെ എന്തുകൊണ്ട് പേടിക്കണ്ട, ഒന്നും സംഭവിക്കാനില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഞാൻ വരട്ടാ എന്ന് കേട്ടപ്പോ മുസ്തഫായ നബി തങ്ങൾ എന്തു പറഞ്ഞേ? ആയി മോളു, ഏതായാലും വേറെ ആരും കേട്ടില്ല, നീ കേട്ടല്ലേ, നീ വന്നിട്ട് ചോദിച്ചല്ല, ആട്ട് നീ നാളെ നിന്നെ വാ. അങ്ങനെ പറഞ്ഞ നോ, ആയി നീ ഏതായാലും കേട്ടല്ലമ്മ, നീ ചോദിച്ചല്ല വന്നിട്ട്, ഏതായാലും വരണ്ട. പക്ഷെ കേട്ടന് വേണ്ടിയിട്ട്, ചോദിച്ചതിന് വേണ്ടിയിട്ട് നീ ഇപ്പൊ ഇന്ന് നിസ്കാരത്തിന് കൂടിക്കോ, നാളെ തന്നെ വരണ്ട. അങ്ങനെ പറഞ്ഞ ഇല്ല. റസൂൽ ഒറ്റടിക്ക് ഏകദം പറഞ്ഞു, വേണ്ട മോളെ, ഉബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, നിങ്ങൾക്ക് നിങ്ങളെ പൊരയാണ് ഖൈറ്, നിങ്ങൾക്ക് നിങ്ങളെ വീടിന്റെ ഇരട്ടറയാണ് ഏറെ കൂലി. പള്ളിയിലാണ് നിങ്ങൾക്ക് നിസ്കരിച്ചാ കിട്ടുന്ന അതേ കൂലി പെണ്ണുങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുണ്ട്. നിങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞത് ആണുങ്ങളെ സലാമത്തിനും നിങ്ങളെ ഇസ്സത്തിനുമാണ്. ഉസ്താദെ, ആണുങ്ങളെ സലാമത്ത് മനസ്സിലായി, എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ വന്നെങ്കിൽ പിന്നെ പോവേയില്ല. കറക്റ്റ്. ഞങ്ങളെ ഇസ്സത്ത്, അത് പറയാം. ഇസ്സത്ത് എന്ത് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ബാക്കിൽ നിന്നും ആര് നിസ്കാരത്തിനുണ്ടെന്ന് കൂട്ടിക്കോ. ഞങ്ങൾ ഒരു 5-8 ആളുണ്ട്, പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, ഉസ്താദ് എല്ലാവരും ഉണ്ട്. അങ്ങനെ ബാക്കിൽ നിന്ന് ഒരു 10-11 പെണ്ണുങ്ങളും ഉണ്ടെന്ന് കൂട്ടിക്കോ, പള്ളിയിൽ നിന്ന് കൂട്ടിക്കോ. അങ്ങനെ ഇൻ കേസ് സപ്പോസ് ഉദാഹരണം പറയാം, തിരിയാൻ വേണ്ടി പറയാം. നിങ്ങളെ ഇസ്സത്ത് എങ്ങനെ കാത്തേന്ന് പള്ളിക്ക് വരണ്ട ചൊല്ലിട്ടാകുമ്പോ നിങ്ങൾ ചൂടാണ്ട, അത് അല്ലാഹ് നിങ്ങൾക്ക് തന്ന സ്ഥാനാണ്. ഞങ്ങളെ പുത്തനവാദി എന്ത് ഞണ പറയട്ടെ, അത് കേൾക്കണ്ട, ഇത് കേക്ക്, ഇത് നന്നായി പഠിക്ക്. അങ്ങനെ പോണമെന്നുണ്ടായി നിങ്ങൾ മാലിക്കുദ്ദീനാർ തങ്ങളെ ഓള്, മാലിക്കുദ്ദീനാർ തങ്ങളെ പള്ളിയിൽ പോയ ചരിത്രം കേൾക്കണം. അതിന് ഇന്നോളം കണ്ടിട്ടില്ല. എന്റെ മാലിക്കുദ്ദീനാർ തങ്ങൾക്ക് പെണ്ണും കണ്ടായിട്ടേ, കൂടെ വന്നവരെ കൂടെ പെണ്ണും കണ്ടായിട്ടേ, അന്നോടെ വന്നിട്ട് പെണ്ണ് കെട്ടിയിട്ടേ, എന്റെ ചരിത്രം ഇല്ലാലോ. എന്റെ ഓർക്കെന്തേ അള്ളാൻ അറിഞ്ഞിട്ടേ? നീ മാത്രമല്ല ബടാ മുസ്ലിമായ എന്റെ മാ, ഈ ചെന്നവരെല്ലാം ഖുറാഫി. എന്ത് ഖുറാഫി? എന്റെ അന്ന് പള്ളി ഇല്ല, അതിനെ വേറെ എല്ലാം ഉണ്ടായിന്. എന്നിട്ട് വരണ്ട ചെല്ലത് ഒന്നാമത് നമ്മളെ കാത്തത്.
ഞമ്മളെ കാത്തത് ഞമ്മളെ പങ്ങളെങ്ങാനും എൻ്റെ ഓള അല്ലെങ്കിൽ നിങ്ങളെ പങ്ങള പള്ളിക്ക് ളുഹുർ നിസ്കാരത്തിന് നാളെ വരും എന്നറിഞ്ഞെങ്കിൽ ഞാൻ 10:30 മണിക്ക് തയ്യത്ത് നിസ്കരിക്കാൻ കയറും. എല്ലാവരും അല്ല, എല്ലാവരും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നെപ്പോലത്തോറും ഈമാൻ പഠിച്ചോ. എന്നിട്ട് ഓള് നിസ്കരിച്ചിട്ട് സലാം വീട്ടിയിട്ട് 1:30 മണിക്ക് നല്ല മട്ടത്തിൽ ബുർക്കിട്ട് വന്ന ആ പെണ്ണ് ചന്തത്തിൽ പോയെങ്കിലും ഞാൻ അസറിന്റെ ജമാഅത്ത് വരെ പോവാല. എന്തേ? ഓ പിന്നെയും വരും. സത്യത്തിൽ ഇത് കണക്ക് ഈമാൻ കൂടിയിട്ടല്ല ഞാനിപ്പോ പള്ളിയിൽ ഇരുന്നിനെ. ഇത് ആയുഷുവിനെ കണ്ടിട്ട് ഓള് വരുന്ന വിചാരിച്ചു. ഞാൻ എല്ലാരും പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും ആവണമെന്ന് പറഞ്ഞിട്ടില്ല. സാധ്യതയില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ ഉറൂസിന്റെ എവിടെയും അങ്ങനെ ഇതുപോലെ വിത്തന ഫസാദ് നടക്കുന്നെങ്കിൽ പോകരുത്. വയലിന്റെ എവിടെയും അങ്ങനെ ഇതുപോലെ നമ്പർ കൊടുക്കാനാണെങ്കിൽ പോകരുത്. ഇതുപോലെ ലൈൻ അടിക്കാൻ കമന്റ് അടിക്കാനാണെങ്കിൽ പോകരുത്. അവിടെ വന്നിട്ട് അന്യപുരുഷന്മാരെ കാണുന്ന കോലത്തിലാണെങ്കിൽ, നിന്റെ ചന്തം കാട്ടുന്ന സ്റ്റൈലിലാണെങ്കിൽ, ആണുങ്ങൾക്ക് ഞെളിയാനുള്ള രൂപത്തിലാണെങ്കിൽ നീ സലാത്തിനും പോവരുത്. പള്ളിയിലേക്ക് ഏതായാലും വേണ്ട. ഒന്ന് ഞങ്ങളെ സലാമത്ത്, ഞങ്ങളെ ഈമാനല്ല കാത്ത്, ഞങ്ങളെ ഇബാദത്തല്ല കാത്ത്. രണ്ടാമത് ഞങ്ങളെ ഇസ്സത്തുമല്ല കാത്ത്, നിങ്ങളെ അഭിമാനമല്ല കാത്ത്. അതങ്ങനെ ഇതാ മാരിവിസ്കാരത്തിന് പെണ്ണങ്ങാ കൂടി എന്ന് വെച്ചോ. ഞങ്ങൾ ആണും കൊണ്ട് ബാക്കുന്ന പെണ്ണും കൊണ്ട് അതിലെന്റെ ഉമ്മുണ്ട്, എന്റെ ഓളുണ്ട്, എന്റെ മോളുണ്ട്, എന്റെ പെങ്ങളുണ്ട്. അങ്ങനെയുണ്ട് 2 റക്അത്ത് മാരി 10 റക്അത്ത് ആയിട്ടുമാ. ഹലോ, ജ്യൂസ് കൊടുത്തിട്ട് ആയിട്ട് ഇത് ഓരോരുത്തർ 4 ഗ്ലാസ് കുറച്ച് സ്പീഡാക്കി. ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് എത്തുമ്പോ ആദ്യം ഓർ കേൾക്കും, ഞങ്ങൾക്ക് തരീന്ന് ആദ്യം ഫസ്റ്റത്തോർ. കാരണം ഓറ് കുടിച്ചത് കരിഞ്ഞിട്ട് പോയിട്ടായി. സ്പീഡാക്കിയെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. കുറച്ച് പഞ്ചസാര ബാക്കിയാവും, അല്ലെങ്കിൽ അതിൽ കലക്കേണ്ടി വരും. കാരണം ഇതിങ്ങനെ കണ്ടീന് തന്നെ ഞാൻ അതിലെത്തി ആട് കൊടുക്കും. ഞാൻ കൊണ്ടിരിക്കും ഇരുന്നപ്പോ ഇരുന്നവന് ദാഹയാറ് മിണ്ടാണ്ടിരുന്നില്ലേ, അവന് ദാഹയാറ്, വിശപ്പേറെ, എന്തെങ്കിലും ആക്കിങ്ങ് നല്ലതെന്ന് തോന്നും, എന്തെങ്കിലും കിട്ടിയെങ്കിൽ നല്ലതുണ്ടായിനും തോന്നും. മാത്രമല്ല അവനെല്ലാം പച്ചളും കൂടുതലാണ്. ഈ മുണ്ടാണ്ടിരിക്കുന്നവന് ക്ഷീണം കൂടുതൽ, പണിയെടുക്കുന്നവന് പച്ചളില്ല. മുണ്ടാണ്ടിരിക്കുമ്പോൾ ക്ഷീണം കൂടും. അപ്പം മെല്ലെ ഒന്ന് എണിച്ചിട്ട് ഒരു കട്ടൻ ചായ, അല്ലെങ്കിൽ മെല്ലെ പോയിട്ട് അപ്പുറം ഒരു ബീഡി, അല്ലെങ്കിൽ മെല്ലെ പോയിട്ട് ഒരു സമൂസ എന്നിങ്ങനെ തോന്നും. അപ്പൊ ആ തോന്നുന്നതിന് നിങ്ങളെ ജാഗ്രതക്ക് നല്ലതാണ്. ആയത്ര വേഗം കുടിക്കും. ഇങ്ങോട്ട് പെണ്ണ് വന്നിട്ട് ഇങ്ങനെ സഫായിട്ട് നിൽക്കുന്നത്, നിസ്കരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഉമ്മുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്, എൻ്റെ ഓളുണ്ട്, എൻ്റെ മോളുണ്ട്, എല്ലാവരും പ്രായമായവരാണ്. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്തുണ്ട് പള്ളിയിൽ മാരിബ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നു. കൂട്ടിക്കോ ഇൻ കേസ് ഉദാഹരണം ഫോർ എക്സാമ്പിൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ 2 റക്അത്തായി. 2 റക്അത്തിന്റെ അത്തയാത്തിന് ഇരിക്കുന്ന നേരത്ത് 3ാമത്തെ റക്അത്തിന് എണീക്കുന്നതിന് മുന്നേ അയാൾ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും നിൽക്കണ്ടേ? ബാക്കിലുള്ള മാമൂമിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ അവർ നിൽക്കണ്ടേ? ആ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഓക്ക്, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക്, അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്ക്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ഒരു വേള ഡേറ്റായി എന്ന് വെച്ചോ, ഒരു വേള മെൻസസായി എന്ന് വെച്ചോ, ഒരു വേള ഹൈലായി എന്ന് കൂട്ടിക്കോ. അത് ഏത് സമയത്തും ആവാലോ. ഡേറ്റ് കൺഫേം ആണെങ്കിലും സമയം ചിലപ്പോൾ കൺഫേം ആയിക്കൊള്ളുന്നില്ല. ഡേറ്റ് 16 ആണെങ്കിലും ചിലപ്പോൾ നേരം കൃത്യമായിക്കൊള്ളുന്നില്ല. ഏത് സമയത്തും ആകാലോ. അങ്ങനെ എങ്ങാനും പള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഓക്ക് സംഭവിച്ചു പോയാൽ, ഈ 2ാമത്തെ റക്അത്തിന്റെ അത്തയാത്തിലോ റക്അത്തിലോ റുക്കുയിലോ സംഭവിച്ചു പോയാൽ ഇനി അവൾ നിസ്കാരം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റോ? പാടില്ല. വലിയ ശുദ്ധിയിലാണ്, അവളൈലകാരിയാണ്. എന്നവളെ മേലെ ഹറാം, എന്നവൾക്ക് നിസ്കാരം ഹറാമാണ്. എന്നവളെന്താക്കണോ അത്തയാത്തിന് എണീച്ചിട്ട് കൈകെട്ടാൻ കഴിയാ. അവളെന്നെ നിസ്കാരം അവളത് തീർന്നോ, അവളെ നിസ്കാരം അതോടുകൂടി ഫസാദായി. എന്നവൾക്ക് നിസ്കാരം ഹറാമാണ്. അപ്പൊ ഉസ്താദേ എന്നെന്താക്കണ്ടിയേ നിങ്ങൾ പറയും. എന്നെന്താക്കണോ? അല്ല ഉസ്താദേ എന്താക്കണോ? ഞാൻ 3ാമത്തെ റക്അത്ത് എല്ലാവരും പോയിട്ട് സലാം വീട്ടിട്ട് തീരുന്നത് വരെ അവ അങ്ങനെ ഇരിക്കണോ? ഇരിക്കാൻ ഞാൻ അമ്മ അതിൻ്റെ പരാണെങ്കിൽ ഇത് പള്ളിയല്ലേ?
ജനാപത്തുകാർ അവിടെ താമസിക്കരുത്. പള്ളിയിലെ ഒരു നിമിഷം പോലും ജനാപത്ത് കുളിക്കാത്തവൻ നിൽക്കരുത്, താമസിക്കരുത്. അശുദ്ധിയുള്ളവർ താമസിക്കരുത്. വലിയ അശുദ്ധികാരി, ഹൈലുകാരി, ജനാപത്തുകാരി, നിഫാസുകാരി, അതുപോലെ തന്നെ ജനാപത്തുകാരൻ, അവർ ജനാപത്ത് കുളിക്കാതെ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാതെ ഒരു സെക്കൻഡ് പോലും പള്ളിയിൽ താമസിക്കരുത്, ഹറാമാണ്. അപ്പൊ എന്താക്കണം ഉസ്താദെ, എനിക്കെന്താക്കണ്ടിയെ? നിസ്കാരം കണ്ടിനാക്കാൻ കഴിയാ, പോയി പൊളിഞ്ഞു. പള്ളിയിൽ ഒരു കുറച്ചു നേരം അങ്ങനെ ഇരുന്നിറാൻ ചെല്ലുമ്പോ അതും പറ്റാല, പള്ളി ഹറാം. അപ്പൊ എന്നെന്താക്കണം? ഇനി ഉസ്താദ് എന്താക്കുന്ന? ഇനി മെല്ലെ എണിച്ചിട്ട് പുറത്തൊക്കെ പോണോ? ശരി, പോണോ. ആ പോകുമ്പോ എന്താ പറഞ്ഞ? എന്താവും? ഇടീ പൊടിപ്പള്ളം നാട് ഫുള്ള് അറിയും. നിസാമിന്റെ വാക്കില്ലേ ഇന്ന് ഉച്ചക്കില്ലേ? ഇല്ലേ എന്തില്ല കുന്തേ ഇല്ല നാക്കിയവോന് നാളെ പള്ളിന്റെ CC ക്യാമറ വീഡിയോ എടുത്തിട്ട് ക്ലിപ്പാക്കിയിടുകയും ചെയ്യും ഓള് പോകുന്നത്. അപ്പൊ നാടെല്ലാം നമുക്ക് നാണക്കേടായില്ലേ? ഞങ്ങളെ പൊന്നാരമോള് നാണക്കേടാവാൻ, ഞങ്ങളെ പൊന്നാരമോള് തലക്ക് മുണ്ടിട്ടിട്ട് നടക്കേണ്ട ഗതി വരാൻ അല്ലാഹ് സമ്മതിച്ചില്ല, റസൂല് അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീൻ അവരോട് പറഞ്ഞു, ഉബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. ആരും അറിയണ്ട, അവർക്ക് അവരെ വീടന്നെയാണ് നല്ലത്. ഇതല്ലാഹ് അവർക്ക് ചെയ്ത വലിയ ഗുണമല്ലേ? ഈ നരിച്ചപ്പെടണ ഈ നീ ചങ്ങായി വന്നിട്ട് എന്തെല്ലാം ആദ്യം കുഞ്ഞാന്ന് ഒരു ചങ്ങായി കേട്ടെന്നറിഞ്ഞ, ഹലോ ഉസ്താദേ, ഓറ് പള്ളിക്ക് തേങ്ങ തരുന്നു, ഓള് പള്ളിക്ക് മാങ്ങ തരുന്നു, ഓള് പള്ളിക്ക് മോതിരം തന്നിന്, ഓള് പള്ളിക്ക് വള തന്നിന്, ചിറ്റി തന്നിന്, കമ്മല് തന്നിന്, പിന്നെ പള്ളിക്ക് കൊണ്ടാൻ അല്ല കഥ. എല്ലാം സഹായിച്ചിന്. ആണുങ്ങൾ കൊടുക്കും പോലെ പെണ്ണുങ്ങളും കൊടുത്തിട്ട് നിറന്നല്ലേ കൊടുത്തിന്. അള്ളാഹു നല്ലോണം തിരിച്ചും കൊടുക്കട്ടെ, ദുനിയാവിലും കൊടുക്കട്ടെ, ആഖിറത്തിലും കൊടുക്കട്ടെ. പക്ഷെ പള്ളിക്ക് സഹായിച്ചെന്ന് പറഞ്ഞിട്ട് സഹായം വേറെ, അത് പറഞ്ഞിട്ട് അവകാശം ചോദിക്കാൻ പറ്റല. അവകാശം വേറെ. അവകാശം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, സഹായം ആർക്കും സഹായിക്കാം. എന്റെ ഓള മംഗളത്തിന് ഉദാഹരണം നിങ്ങൾ നാളെ ക്ലിപ്പാക്കിയിട്ടുണ്ട ഉദാഹരണം. എന്റെ ഓള മംഗളത്തിന് ഉസ്താദും ഒരു ഫോണ് കൊടുത്തിനെന്ന് വെച്ചോ, നാട്ടിലെ നേതാക്കന്മാരും ഒരു 5 ഫോണ് കൊടുത്തിന്. പിന്നെ നിങ്ങൾ ബാല്യക്കാർ യങ് മെൻസിന്റെ ഒരു 5 സ്റ്റാർ കാർ ബിരിയാണി കൊടുത്തിന്, 3 സ്റ്റാർ കാർ കോഴി പൊരിച്ചത് കൊടുത്തിന്. എല്ലാവരും സഹായിച്ചിട്ട് എൻ്റെ ഓളം മംഗലം ചന്തത്തിൽ നടന്നിന്. അന്ന് രാത്രി ഞാൻ വീട്ടുകൂടേണ്ട ആള് ആര് പോണ്ടിയേ? വീട്ടുകൂടേണ്ട ആളാര്? നിങ്ങൾ ചെല്ലിയെന്ന് ധൈര്യത്തിൽ പേടിക്കണ്ട, എൻ്റെ ഓളല്ലേ ചെല്ലി, നിങ്ങൾ ചെല്ലിച്ചാലോ. എന്റെ ഓള റൂമിലേക്ക് ആദ്യ രാത്രിയിലേക്ക് പോകേണ്ടതാര്? ഞാനാണ്, ഭർത്താവായ ഞാൻ അല്ലേ? ഉസ്താദേ ഞാനൊരു ഫോണ് തന്നിന്, ഉസ്താദേ ഞങ്ങളെ തേങ്ങ, ഉസ്താദേ ഞങ്ങളെ മാങ്ങ, ഞങ്ങളും എന്താവും? നിന്റെ പല്ല് പോവും. നിന്റെ തേങ്ങയും വേണ്ട മാങ്ങയും വേണ്ട, തേങ്ങ തന്ന് മാങ്ങ തന്ന് സഹായിച്ചു നിറഞ്ഞിട്ട് അവകാശം തരാൻ പറ്റാല. അത് ഒരാൾക്ക് മാത്രം. ഇപ്പൊ പള്ളിക്ക് തേങ്ങ തന്നിട്ട്, പള്ളിക്ക് പൈസ തന്നിട്ട്, അതുകൊണ്ട് അത് വേറെ, അതിന്റെ കൂലി റബ്ബ് കൊടുക്കുന്നു. മാത്രമല്ല അവർ ലോകത്തിന് മാതൃകയാണ്. അറിയില്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ ഇലാഹി പ്രസ്ഥാനത്തിന്റെ ഇന്നലകളിൽ നേതൃത്വം നൽകിയ മഹാനരായ പണ്ഡിതരാണ്, മഹാനരായ ആലിമാണ്, മഹാനരായ സൂഫിയാണ് ആദൃശ്ശേരി മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ. പേര് തെറ്റിപ്പോണ്ട, ആദൃശ്ശേരി മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ. സ്പെല്ലിംഗ് മിസ്സായി പോണ്ട, നല്ല പോലെ കേട്ടോ. ആദൃശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ വലിയ മഹാനാണ്, കാലം കണ്ട വലിയ വായിലാണ്, പ്രഭാഷകനാണ്, വലിയ സൂഫിയാണ്, തികഞ്ഞ മഹാനാണ്. സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ, ഈ മുബാറക്കായ പ്രസ്ഥാനത്തിന്റെ, ഈ ഇലാഹിയായ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവായി മൺമറഞ്ഞുപോയ മഹാനരാണ്. അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ, അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാനറത ഇതുപോലെ പൊടിവള്ളക്കാർ ഉള്ള നാട്ടുകാരെ പോലെ നല്ല നാട്ടുകാരുണ്ടായിരുന്ന, പാവപ്പെട്ടവരായിരുന്ന ഒരു നാട്ടിലേക്ക് ഈ നാട്ടുകാരും അങ്ങനെയാണല്ലോ. വലിയ പൈസക്കാരല്ലല്ലോ, വലിയ സമ്പന്നരല്ലല്ലോ. ഈ പൊടിവള്ളം നാട്ടുകാർ സാധുക്കളാണ്, പാവങ്ങളാണ്, എന്നാലും നല്ലോണം സ്നേഹമുള്ളവരാണ്, ദീനിനോട് വലിയ ബഹുമാനമുള്ളവരാണ്.
അള്ളാന്റെ ദീനിന്റെ പള്ളികളോട് വലിയ ആദരവുള്ളവരാണ്, ഉള്ളതുപോലെ സഹായിക്കുന്ന മനസ്സുള്ളവരാണ്. ഇതുപോലത്തെ ഒരു പാവപ്പെട്ട നാട്ടിലേക്ക് ആ നാട്ടുകാരുടെ ക്ഷണമനുസരിച്ച് ബഹുമാനപ്പെട്ട ആദർശേരി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ വയലിന് പോകുന്നു. 10-30 കൊല്ലങ്ങൾക്ക് മുമ്പത്തെ ചരിത്രമാണ്. ഇന്നലത്തെ കഥ പറയുകയല്ല. ഉസ്താദ് അവർകൾ മരണപ്പെട്ടിട്ട് തന്നെ കാലം കുറേയായി. ഇത് എഴുതപ്പെട്ട ചരിത്രമാണ്. ഇത് മുസ്നദായ സനദ് മുത്തസിലായ ചരിത്രമാണ്. ഇത് ഇല്ലാത്ത കഥ പറയുകയല്ല. നിങ്ങളെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടാത്തത് പറയുകയല്ല. നല്ല പോലെ കേട്ടോ. ആദർശേരി ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുപോയ നാട്ടുകാര് നിങ്ങളെ പോലോത്തവരാണ്, നല്ലവരാണ്, പാവങ്ങളാണ്. ആ നാട്ടുകാർ ഉസ്താദിനോട് പറഞ്ഞു, പത്ര ഉസ്താദ്, ഞങ്ങളെ നാട്ടിൽ ചെറിയൊരു പള്ളിയുണ്ട്, മാഷാ അല്ലാ, ഞങ്ങൾക്ക് മതി, അത് ധാരാളമാണ്. ഇനി ഞങ്ങളെ മക്കള് പഠിക്കാൻ ഒരു മദ്രസ വേണം. ഞങ്ങളെ ഗിടാവ് ഫാത്തിഹ പഠിക്കണ്ട്, യാസീന് പഠിക്കണ്ട്, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും പഠിക്കണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഗിടാവിന് പഠിക്കാൻ ഒരു ഓലമേഞ്ഞ മദ്രസ വേണോ? നിങ്ങൾ വയല് പറഞ്ഞിട്ട് അതിന് വേണ്ടിയ വഴി ഒന്ന് എളുപ്പമാക്കി തരണോ? ചെറിയൊരു പിരിവാക്കിയിട്ട് തരാൻ ആരുമില്ല, കൊടുക്കുന്ന വല്ല വല്ല പൈസക്കാരില്ല. എന്നാലും പൂവല്ലെങ്കിൽ പൂവിന്റെ ഇതള് എന്ന ആ തോതിലാണെങ്കിലും കിട്ടുന്നത് മേങ്ങിയിട്ട് അവർക്ക് നല്ലോണം ദുവാരന്നിട്ട് ഞങ്ങളെ കിടാവിന് പഠിക്കാൻ ഒരു മദ്രസ നിങ്ങൾ ഉണ്ടാക്കാൻ സഹകരിക്കണം ഉസ്താദ് എന്ന് പറഞ്ഞപ്പോ ആ നല്ല നാട്ടുകാരുടെ ക്ഷണം സ്വീകരിച്ച മഹാനരായ ആദർശേരി ഉസ്താദ് അങ്ങോട്ട് പോവുകയാണ്. ഉമ്മ കേട്ടോ, പെങ്ങള് കേട്ടോ, ഇന്നലകൾ ജീവിച്ച നല്ല പെണ്ണുങ്ങൾ ആരാണെന്ന്, ഇന്നലകളിൽ ജീവിച്ച മുഅ്മിനീങ്ങൾ ആരാണെന്ന് മഹാനായ ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ ശൈഖുനാ ഉസ്താദ് അവറുകൾ ആ നാട്ടിലേക്ക് എത്തുന്നു. സ്നേഹങ്ങളെ കൊണ്ട് ജനങ്ങളെ ആദരിക്കുകയാണ്, നല്ലോണം സ്വീകരിക്കുകയാണ്. എന്നിട്ടതാ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ദുആറുന്നു. നല്ലൊരു വഅദ് പറഞ്ഞു, ദീനിനെ സഹായിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടതാ പെണ്ണുങ്ങളെ ഭാഗത്തേക്കും ആണുങ്ങളെ ഭാഗത്തേക്കും ചെറിയ ഒരു ബക്കറ്റോ പാത്രമോ കൊടുത്തേക്കുകയാണ്. ഉള്ളതെന്താണോ അത് മനസ്സറിഞ്ഞു കൊടുത്തോളൂ. ബൽതന്നാണോന്നില്ല, മനസ്സ് വേദനിച്ചിട്ട് കൊടുക്കണോന്നില്ല, ഞാൻ ചോദിച്ചതിന് വേണ്ടി തരണോന്നുമില്ല. അല്ല തന്നത് അല്ലാക്ക് എന്ന നിയ്യത്തിലെ ഉദ്ദേശങ്ങളും മുറാദുകൾ കരുതിയിട്ട് നിങ്ങൾ ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണേ എന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞ നേരം, ആണുങ്ങളോട് പറഞ്ഞ നേരം സുബ്ഹാനല്ലാഹ് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് പോവുകയാണ്. ഒരു 5 മിനിറ്റ് അങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ബക്കറ്റ് അതാ തിരിച്ചു വരുന്നു. അവിടെ ഇതുപോലെ നിറയെ പെണ്ണുങ്ങളില്ല. ഇതുപോലെ ഉള്ള പെണ്ണുങ്ങളെ കയ്യിൽ സ്വർണമോ വളകളോ ഇല്ല. കുറഞ്ഞ മനുഷ്യരാണുള്ളത്. അവരും പാവങ്ങൾ മാത്രമാണ്. അവരെ ഭാഗത്തേക്ക് ബക്കറ്റങ്ങ് പോയിട്ട് ഒരിത്തിരി നേരം കഴിഞ്ഞ് തിരിച്ചു വന്നു. കൊണ്ടുപോയ സംഘാടകർ ഞങ്ങളെ വോളണ്ടിയർമാരെ പോലെയുള്ള ചെറുപ്പക്കാരിൽപ്പെട്ട കുട്ടികളിൽപ്പെട്ട ബാല്യക്കാർ ആ ബക്കറ്റ് കൊണ്ടുവന്നിട്ട് മേശപ്പുറത്ത് വെച്ച നേരം സുബ്ഹാനല്ലാഹ് ബക്കറ്റ് നിറയെ ചോരയാണ്, രക്തമാണ്. നല്ല പോലെ കേൾക്കണോ? ബക്കറ്റ് നിറയെ രക്തമാണ്, ബക്കറ്റ് നിറയെ ചോരയാണ്. സംഘാടകർ അത്ഭുതപ്പെട്ടു പോയി, പേടിച്ചു പോയി. ഇതെന്ത് കഥയാ, ഇതെന്ത് മറിമായമാ? പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയ ചെറിയ പാട്ട, ചെറിയ ബക്കറ്റ്, അത് തിരിച്ചു വന്നപ്പോ അതിൽ കാണുന്നത് നോട്ടുകെട്ടുകളല്ല, ദീനാറോ ദിർഹമോ കോയിനുകളോ അല്ല, ചോര കാണുന്നു. കൊണ്ടുവന്ന സംഘാടകരിൽപ്പെട്ട ഒരാള് ബക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടിട്ടൊന്ന് തോണ്ടിയ നേരം, ചോരന്റെ ഉള്ളൊന്നും മറിച്ചിട്ടൊന്ന് ഇളക്കിയ നേരം സുബ്ഹാനല്ലാഹ് ഒരു ചെറിയ പഴയ സ്വർണത്തിന്റെ കമ്മല്, ഒരു റിംഗ്, അതിന്റെ തലപ്പത്ത് ചെവിയുടെ ഒരിത്തിരി ഭാഗമുണ്ട്, ചെവിയുടെ മാംസമുണ്ട്, തോലുണ്ട്.
ഏതോ ഒരു ഉമ്മ പറിച്ചെടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇട്ടതാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയിട്ട് നല്ലവരായ മനുഷ്യന്മാർ ഉള്ളതിൽ നല്ലത് കൊടുത്തിട്ട് അള്ളാന്റെ പൊരുത്തം വാങ്ങുമ്പോ, അള്ളാന്റെ സ്വർഗം വാങ്ങുമ്പോ, നാളെ നബി തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗതർ വെള്ളം വാങ്ങുമ്പോ അതിന്റെ കൂലി ഉമ്മാക്കും ബാപ്പാക്കും എത്തുമ്പോ എനിക്കും ഉമ്മ ബാപ്പയുണ്ട്. എന്റെ ഉമ്മാക്കും ബാപ്പാക്കും ഖബറിൽ എന്തും വേണ്ടേ? അവരെ കാത്തിരിക്കുകയല്ലേ എന്റെ മക്കൾ എന്ത് ചെയ്യുന്നു എന്ന്. എനക്കും നാളെ ആഖിറത്തിൽ നബി തങ്ങളെ കാണണ്ട്. നബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗതർ വെള്ളം കുടിക്കണ്ട്, അല്ലാഹനെ കാണണ്ട്, ഖബർ മണ്ണറ മണിയറയാകണ്ട് എന്ന് കരുതിയിട്ട് ഒരു ഉമ്മയതാ സ്വന്തം കാതിന്റെ ആ ചിറ്റ്, അതല്ലെങ്കിൽ ആ റിംഗ കമ്മല അതങ്ങ് വലിച്ചെടുത്തിട്ട് ബക്കറ്റിലിട്ടിരിക്കുകയാണ്. അതിൽ പകുതി ചെവിയുടെ അംശമുണ്ട്, ഭാഗമുണ്ട്. സംഘാടകർ ചെന്ന് നോക്കിയാൻ പേടിച്ചോ. ആരതാണിത്? ഒരാളും മിണ്ടിയില്ല, ഒരാളും പറഞ്ഞില്ല. അങ്ങനെ വേടിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പ്രായമുള്ള വയസ്സത്തിയായ ഒരു ഉമ്മാന്റെ ചെവിയിൽ നിന്ന് ഫർദന്റെ മുകളില്, ബുർക്കന്റെ മുകളില്, താനിട്ടതായ അവർ ധരിച്ചതായ ഷാളിന്റെ മുകളില് ചോര ഒലിക്കുന്നു. സംഘാടകർക്ക് മനസ്സിലായി ആ ചിറ്റി ഉമ്മാന്റെതാണെന്ന്. അവർ ചോദിച്ചു, വല്ല ഉമ്മ ഇത് നിങ്ങളതാണോ? അതെ കുഞ്ഞുമോനെ, എന്റേതാണത്, ഞാനിട്ടതാണത്. അല്ല ഉമ്മ, ഇതെന്തിനിങ്ങനെ പറിച്ചെടുത്തു? അപ്പ ഉമ്മ പറഞ്ഞ മറുപടി എന്തറിയാ? പൊന്നുമോന്, പ്രായമുള്ള ഉമ്മയാണ്, കണ്ണ് കാണാത്ത ഉമ്മയാണ്, പല്ല് പോയ ഉമ്മയാണ്, വൃദ്ധയായ ഉമ്മയാണ്. വളരെ നിഷ്കളങ്ക മുഖഭാവത്തോടെ പറയുകയാണ്, പൊന്നുമോന്, ഞാനത് ഇടാൻ വേണ്ടിയിട്ട്, എടുക്കാൻ വേണ്ടി, ഊരാൻ വേണ്ടി ഞാനത് ആവത് തിരിച്ചു നോക്കി മോനെ, നന്നായിട്ടൊന്ന് എടുക്കാൻ നോക്കി മോനെ, കഴിഞ്ഞില്ല കുഞ്ഞ്. ഒന്നുമില്ലാത്ത കാലത്ത് എന്റെ ബാപ്പ, എന്റെ ഭർത്താവിന് എന്നെ കെട്ടിച്ചേക്കുന്ന കാലത്ത് എന്റെ കരളായ മോൾക്കെന്ന് പറഞ്ഞിട്ട് ഉള്ളതിൽ നല്ലതെന്റെ മോക്ക് ഉപ്പിട്ട് തന്നതാണ്, അന്ന് ധരിച്ചതാണത്. പിന്നെ ഇതോ ഇന്നുവരെ ഞാനത് ഊരിയെടുത്തിട്ടില്ല, ഊരിയെടുക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. നല്ലവനായ എന്റെ മാപ്പിള അത് ഊരിയെടുത്ത് തരാൻ വേണ്ടി ചോദിച്ചിട്ടുമില്ല. അതങ്ങനെ വെച്ചത് കൊണ്ട് 60 വയസ്സിലേറെയായ മോന് അതവിടെ അങ്ങനെ മണ്ണ് പിടിച്ചിരിക്കുകയാണ്, അതവിടെ ജാമായിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും ആവുന്നത് പോലെ തേങ്ങ കൊടുത്തു, അള്ളാഹ്ക്ക് വേണ്ടി പൈസ കൊടുത്തു. അവർ അള്ളാഹിന്റെ അടുക്ക കൂലി വാരി കൂട്ടുമ്പോ എനക്കും ആഖിറം രക്ഷപ്പെടണ്ടേ, എന്റെ പരലോകം നന്നാവണ്ട്, എന്റെ ഉമ്മ പപ്പാന്റെ ഖബറിലേക്കും എന്തെങ്കിലും കൂലി എത്തണ്ട്. എന്റെ അമലില്ല കുഞ്ഞ്, എന്റെ നിസ്കാരമില്ല കുഞ്ഞ്, ഇതെങ്കിലും ഇരുന്നോട്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടും വരാത്ത എന്റെ ആ ചിറ്റ്, എന്റെ കമ്മല ഞാൻ വലിച്ചെടുത്തു മോന്. എനിക്ക് വേദനയില്ല, എനിക്ക് നൊമ്പലമില്ല. അത് ഉണ്ടായപ്പോ ഉള്ളതിനേക്കാളേറെ സമാധാനവും ആശ്വാസവും അത് എടുത്തിട്ട് ആ ബക്കറ്റിലിട്ടപ്പോഴാണ്. അൽഹംദുലില്ലാഹ്, ഉസ്താദോട് പറയണം ദുആരക്കാൻ. അങ്ങനെയുള്ള നല്ല നല്ല ഉമ്മമാർ കൊടുത്ത ദാനം കൊണ്ടുണ്ടായതാണ് ഈ ദീനുൽ ഇസ്ലാം. അങ്ങനെയുള്ള നല്ലവർ സഹായിച്ചിട്ട് വളർന്നു പന്തലിച്ചതാണ് ഈ ദീനുൽ ഇസ്ലാം. അങ്ങനെയുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ കൊടുത്തിട്ടുണ്ടായതാണ്. ഇന്നലകളിൽ ഇതുപോലെ വലിയ വലിയ പള്ളികള്. ചോദിക്കട്ടെ മുസ്ലിം, ചോദിക്കട്ടെ പെങ്ങള്, തിരിച്ചപ്പെട്ട ഉമ്മ, നാളാ ഉമ്മ നബി തങ്ങളെ എടുത്തോ വലതോ ഹൗദുൽ കൗതർ വെള്ളവും പിടിച്ചിട്ട് സ്വർഗത്തിന്റെ തോപ്പിലേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോ ഞങ്ങൾക്കും അവരെ ബാക്കിന്ന് കയറണ്ടേ. ആ സ്വർഗമല്ലാതെ ഞങ്ങൾക്ക് വേറൊരു സ്വർഗമില്ല. അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ കടത്തി തരട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ കടത്തി തരട്ടെ. മുത്തുനബി തങ്ങളെ ശഫാഅത്തിലായി അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ കടത്തി തരട്ടെ. ഞങ്ങളെ മുതല്, ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ പൈസ, ഞങ്ങളെ ശമ്പളം, ഞങ്ങളെ കൂലി
അതും മരുന്നിന് ചെലവാക്കപ്പെടേണ്ട ഗതികേട് അല്ല വരുത്താതിരിക്കട്ടെ, അല്ല വരുത്താതിരിക്കട്ടെ. കൊടുത്തതിലും ബാക്കി വെച്ചതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിന്റെ കൂലി അല്ല മരിച്ചുപോയ ഉമ്മാക്ക് പപ്പാക്ക് പള്ളിപ്പറമ്പിൽ കിടക്കുന്ന എല്ലാവർക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ.